ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിലെ മാത്സിലെ 8ാമത്തെ പാഠഭാഗമായിട്ടുള്ള മാറാത്ത ബന്ധങ്ങൾ, അൺചേഞ്ചിങ് റിലേഷൻസ് എന്ന് പറയുന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇതുവരെയുള്ള ബാക്കി എല്ലാ പാഠഭാഗങ്ങളും അതിലെ പ്രവർത്തനങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാ സബ്ജക്റ്റുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയിട്ട് കാണണം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് കിടക്കാം. മാറാത്ത ബന്ധങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ പഠിക്കാൻ വേണ്ടി പോകുന്നത് അല്ലേ. എന്തോ ഒരു ബന്ധത്തെ കുറിച്ചിട്ടൊക്കെ ഇവിടെ നോക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് എന്താണ് ആ ഒരു ബന്ധം, ഏതിനെ കുറിച്ചിട്ടുള്ള ബന്ധമാണ് എന്നുള്ളതൊക്കെ നമുക്ക് പഠിക്കാം. മാറാത്ത തുക. മയൂകിയുടെ പണക്കുടുക്കയിൽ 100 രൂപയുണ്ട്. അതിൽ നിന്ന് 10 രൂപ എടുത്ത് ഒരു പേന വാങ്ങി. ബാക്കി എത്ര രൂപയുണ്ട്? 100 രൂപയിൽ നിന്നും എടുത്തിട്ട് എന്താ വാങ്ങിച്ചിട്ടുള്ളത്? 10 രൂപക്ക് പേന വാങ്ങി അല്ലേ. അപ്പം 100ൽ നിന്നും 10 രൂപ പോയി കഴിഞ്ഞാൽ ബാക്കി 90 രൂപയാണ് ഉള്ളത്. ഇനി 20 രൂപയാണ് ചിലവാക്കിയതെങ്കിലോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 90ൽ നിന്നും വീണ്ടും 10 കുറക്കുക അല്ലേ. അപ്പോൾ എത്രയായി? 80 രൂപ ബാക്കിയുണ്ടായിരിക്കും. 75 രൂപയാണ് ബാക്കിയുള്ളതെങ്കിൽ എത്ര രൂപ ചിലവായി എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 75 രൂപ ചിലവായി. അപ്പോൾ നമ്മൾ 100ൽ നിന്നും 75 കുറച്ചു നോക്കണം. ചിലവാക്കിയ തുകയും ബാക്കിയുള്ള രൂപയും തമ്മിൽ എന്താണ് ബന്ധം? പലതരത്തിൽ പറയാം അല്ലേ. അപ്പം എന്തൊക്കെയാണ് ബന്ധം എന്ന് പറയുന്നത്? 100 രൂപയിൽ നിന്ന് ചിലവാക്കിയ രൂപ കുറച്ചതാണ് മിച്ചമുള്ള പൈസ. അഥവാ 100 രൂപയിൽ നിന്നും 20 രൂപക്ക് സാധനം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി മിച്ചം എന്ന് പറയുന്ന 80 രൂപ എന്ന് പറയുന്നതാണ് മിച്ചം. അപ്പോൾ ഈ 100 രൂപയിൽ നിന്നും ചിലവാക്കിയ ഈ തുക കുറച്ചതാണ് മിച്ചമുള്ള പൈസ എന്ന് പറയുന്നത്. ഇനി 100 രൂപയിൽ നിന്നും ബാക്കിയുള്ള രൂപ കുറച്ചതാണ് ചിലവാക്കിയ രൂപ. അപ്പോൾ 100 രൂപയിൽ നിന്നും ബാക്കിയുള്ളത് എത്രയാണ്? 80. അപ്പോൾ 100 രൂപയിൽ നിന്നും 80 കുറക്കുക എന്ന് വിചാരിക്കുക. 100 മൈനസ് 80 എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ ഇവിടെ 20 എന്ന് പറയുന്നത് ചിലവാക്കിയ തുകയാണ്. ഇനി ചിലവാക്കിയ തുകയും ബാക്കിയുള്ള രൂപയും, ഇപ്പോൾ ചിലവാക്കിയ തുക എന്ന് പറയുന്നത് 20 രൂപ, ബാക്കിയുള്ളത് 80 രൂപ. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോഴാണ് ആകെയുള്ള പൈസയായ 100 രൂപ കിട്ടുന്നത്. അപ്പോൾ അവസാനം പറഞ്ഞത് അല്പം വിസ്തരിച്ചു പറയാം. അഥവാ 20 രൂപയും ചിലവായ പൈസ എന്ന് പറയുന്ന 20 രൂപയും ബാക്കിയുള്ള 80 രൂപയും കൂടിയിട്ടുള്ള പൈസയാണ് ആകെ കയ്യിലുണ്ടായിരുന്നത്. ഇതിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യാം? നമുക്കൊന്ന് വിസ്തരിച്ചു പറയാം. എങ്ങനെയാണ്? ചിലവാക്കിയ പണവും ബാക്കിയുള്ള പണവും മാറാം അല്ലേ. ചിലവാക്കിയ പണം ഇപ്പോൾ 25 രൂപക്കോ 20 രൂപക്കോ 50 രൂപക്കോ ഇനി 90 രൂപക്കോ വേണമെങ്കിൽ ചിലവാക്കാം. പക്ഷെ അവിടെ എന്താണ്? ബാക്കിയുള്ള പണവും അതിൽ മാറ്റം വരാം. പക്ഷേ കയ്യിലുള്ള തുക എന്ന് പറയുന്നത്, ഈ 100 എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? 100 തന്നെയായിരിക്കും. കയ്യിലുള്ള പൈസക്ക് മാറ്റം വരില്ല. അത് എപ്പോഴും 100 രൂപ തന്നെയായിരിക്കും. ചിലവാക്കുന്നതിനും ബാക്കി കയ്യിലുള്ളതിനും എപ്പോഴും മാറ്റം സംഭവിക്കാം. പക്ഷേ കയ്യിൽ നിന്ന് ആകെ ഉണ്ടായിരുന്ന തുകക്ക് ഒരിക്കലും മാറ്റം സംഭവിക്കില്ല എന്നാണ് അർത്ഥമാക്കുന്നത്. ഇനി മറ്റൊരു കണക്ക് നോക്കുകയാണെങ്കിൽ 20 സെൻറ്റിമീറ്റർ ചുറ്റളവുള്ള ഒരു സമചതുരം വരക്കാം. സമചതുരം വരക്കാൻ ഒരു വശത്തിൻ്റെ നീളം വേണമല്ലോ. അതെത്രയാണ്? 20 ആകെയുള്ളത് അല്ലേ. 20 സെൻറ്റിമീറ്റർ ചുറ്റളവാണുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സമചതുരം വരക്കണമെങ്കിൽ 4 വശങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ 20നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് 5 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ 5 സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ് ഇതേപോലെ നമ്മൾ വരയ്ക്കേണ്ടത്. ഇനി ഇതേ ചുറ്റളവിലുള്ള സമചതുരമില്ലാത്ത ഒരു ചതുരം വരക്കാമോ? ചതുരം വരക്കാൻ വേണ്ടി പറ്റുമല്ലേ. സമചതുരമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? 4 ഭാഗങ്ങളും തുല്യമായിരിക്കണം. പക്ഷേ സമചതുരം അല്ല എന്നുണ്ടെങ്കിൽ 4 ഭാഗങ്ങളും തുല്യമാകേണ്ട ആവശ്യമില്ല. അപ്പോൾ സമചതുരത്തിൻ്റെ താഴെ വശം 1 സെൻറ്റിമീറ്റർ നീട്ടി വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ 4 സെൻറ്റിമീറ്റർ മാറ്റി എന്ത് ചെയ്യാം? 6 സെൻറ്റിമീറ്റർ നമ്മൾ ഒരു ഭാഗത്തേക്ക് വരച്ചു. ഓക്കെ, 6 സെൻറ്റിമീറ്റർ വരച്ചു. അതാണ് ഇവിടെ കാണുന്നത്. ഇനി സമചതുരത്തിൻ്റെ ചുറ്റളവ് വശങ്ങളുടെ നീളങ്ങളുടെ തുകയുടെ 2 മടങ്ങാണെന്ന് നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 6 സെൻറ്റിമീറ്റർ വരച്ചു കഴിഞ്ഞാൽ മുകളിൽ നമ്മൾ അതേ 6 സെൻറ്റിമീറ്റർ വരക്കാം. ബാക്കി എത്ര സെൻറ്റിമീറ്റർ ഉണ്ടെന്ന് നോക്കിയാലും മതി അല്ലേ. 6 കഴിഞ്ഞ് 12 കഴിഞ്ഞു അല്ലേ. ബാക്കി എത്രയാണുള്ളത്? 8 സെൻറ്റിമീറ്റർ ആണുള്ളത്. അപ്പോൾ 8 സെൻറ്റിമീറ്ററിനെ 2 വശങ്ങളിലേക്കും പകുതിയാക്കുമ്പോൾ 8 ഡിവൈഡഡ് ബൈ 2 ചെയ്ത് നോക്കുക, 4 എന്ന് കിട്ടും. അങ്ങനെ നമുക്ക് ഈ വശവും 4 സെൻറ്റിമീറ്റർ വെച്ച് വരക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇവിടെ ചുറ്റളവ് 20 സെൻറ്റിമീറ്റർ ആയതിനാൽ വശങ്ങളുടെ നീളങ്ങളുടെ തുക 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നീളം 6 സെൻറ്റിമീറ്റർ എന്നെടുത്താൽ ഉയരം എന്ന് പറയുന്നത് 10 മൈനസ് 6 എന്ന് വരും. 10 മൈനസ് 6 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി ഇതേ ചുറ്റളവിൽ ഇനിയും പല ചതുരങ്ങൾ വരക്കാമല്ലോ. ഇനിയും നമുക്ക് വരക്കാമല്ലേ. താഴെ നമുക്ക് ഇനിയിപ്പോൾ 6 അല്ല 7 എടുത്തിട്ടും വരക്കാൻ വേണ്ടി പറ്റും. അതിനനുസരിച്ച് നമ്മളുടെ
എന്താണ് വശങ്ങൾ മാറും എന്ന് മാത്രം. എല്ലാറ്റിനും നീളവും ഉയരവും തമ്മിലുള്ള ബന്ധം എന്താണ്? ചതുരത്തിൻ്റെ നീളവും ഉയരവും മാറാം, പക്ഷേ അവയുടെ തുക മാറുന്നില്ല. തുക എപ്പോഴും എത്രയായിരിക്കും? 20 ആയിരിക്കും. 20 എന്ന് നമ്മളടുത്ത് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് 20 ആയിരിക്കും. പണക്കണക്കിലെ ചെലവും ബാക്കിയും മാറാം, അവയുടെ തുക മാറുന്നില്ല. ഈ 100 രൂപ എന്നുള്ള സംഭവം മാറില്ല. 80 രൂപക്കോ 90 രൂപക്കോ 30 രൂപക്കോ സാധനം വാങ്ങിക്കാം. ബാക്കി എന്ന് പറയുന്നത് 80, 70, 50 ആവാം. പക്ഷേ എന്താണ്? തുക എന്ന് പറയുന്നത് എപ്പോഴും 100 തന്നെയായിരിക്കും. ചതുരക്കണക്കിൽ നീളവും ഉയരവും മാറാം, തുക മാറുന്നില്ല. മറ്റൊരു കാര്യം കൂടി കാണാം. എന്താണ്? പണക്കണക്കിൽ ചെലവ് 1 രൂപ കൂടിയാൽ ബാക്കി 1 രൂപ കുറയും, അല്ലേ? ഇപ്പോൾ 1 രൂപ കൂടി കഴിയാണ്. ഇപ്പോൾ 21 രൂപക്ക് നമ്മൾ സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താണ്? അവിടെ 80 രൂപ നമുക്ക് ബാക്കി കിട്ടില്ല. ബാക്കി എത്ര കിട്ടുള്ളൂ? 79 മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ 1 കൂടുമ്പോൾ അവിടെ 1 കുറയും എന്നുള്ള ബന്ധം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ചെലവ് എത്ര കൂടുന്നോ ബാക്കി എത്രയും കുറയും. ചെലവ് എത്രയും കുറയുന്നോ ബാക്കി എത്രയും കൂടും. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചെലവ് കൂടുമ്പോൾ നമുക്ക് എന്താണ്? ബാക്കി കിട്ടുന്നത് കുറയാണ് അവിടെ ചെയ്യുന്നത്. ഇനി ചെലവ് കുറയുമ്പോൾ നമുക്ക് ബാക്കി കിട്ടുന്നത് കൂടും. ഇനി ചതുരക്കണക്കിലാണെങ്കിൽ നീളം എത്ര കൂടുന്നോ ഉയരം എത്രയും കുറയും. കാരണം നീളം അവിടെ കൂടുകയാണെങ്കിൽ അവിടെ എന്താണ്? 7 ആവുമ്പോൾ ഇവിടെ 3 ആയിട്ട് മാറും. അങ്ങനെ അവിടെ നീളം കൂടുന്നുണ്ടെങ്കിൽ ഉയരം എന്ന് പറയുന്നത് കുറവായിരിക്കും. ഇനി നീളം എത്ര കുറയുന്നോ അവിടെ ഉയരവും കൂടും എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു കണക്ക് നോക്കാം. എന്താണ് കണക്ക്? കയ്യിലുണ്ടായിരുന്ന രൂപയിൽ നിന്ന് 128 രൂപ ചെലവാക്കി, 99 രൂപ ബാക്കിയുണ്ട്. കയ്യിൽ എത്ര രൂപയുണ്ടായിരുന്നു? 128 രൂപ. ഓക്കെ, 128 രൂപയാണ് ചിലവാക്കിയിട്ടുള്ളത്, 99 രൂപയാണ് ബാക്കിയുള്ളത്. അപ്പോൾ 128ഉം 99ഉം കൂട്ടിയാൽ മതി. പകരം ഇങ്ങനെയും ആലോചിക്കാം. എന്ത് ചെയ്താൽ മതി? ചെലവ് 1 രൂപ കുറഞ്ഞാൽ ബാക്കി 1 രൂപ കൂടും, അല്ലേ? അപ്പോൾ ചെലവ് 127 രൂപയാണെങ്കിൽ ബാക്കി ഇവിടെ എത്രയായിരിക്കും? 100 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ 99ന് റൗണ്ട് ആക്കി 100 ആക്കാം, അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ഒരെണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരെണ്ണം കുറക്കണം. അപ്പോൾ 127ഉം 100ഉം കൂടെ നമ്മൾ എന്ത് ചെയ്താൽ മതി? കൂട്ടി നോക്കിയാൽ മതി. എത്രയായി? 227 രൂപയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ കയ്യിലുണ്ടായിരുന്നത് ഈ 127ഉം 100ഉം കൂടെ കൂട്ടുമ്പോൾ 227 രൂപ കയ്യിലുണ്ടായിരുന്നു. ഇനി സംഖ്യകൾ മാത്രമായി ഈ ക്രിയ എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? 128 പ്ലസ് 99. എങ്ങനെയാണ്? 128 പ്ലസ് 99 എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്? 127 പ്ലസ് 100ന് തുല്യമാണ്. ഉത്തരം 227 എന്നുള്ളതിലേക്ക് നമ്മൾ എത്തിച്ചേരും. അപ്പോൾ ഈ ക്രിയ പൊതു തത്വമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 2 സംഖ്യകളുടെ തുകയും അതിലൊന്നിനോട് ഒരു സംഖ്യ കൂട്ടിയതും മറ്റേതിൽ നിന്ന് അതേ സംഖ്യ കുറച്ചതുമായ സംഖ്യകളുടെ തുകയും ഒന്നു തന്നെയാണ്. ഓക്കെ, അഥവാ ഈ 128 പ്ലസ് 99 എന്ന് പറയുന്നതും എന്താണ്? 127 പ്ലസ് 100 എന്ന് പറയുന്നതും എന്താണ്? തുല്യമാണ് എന്നുള്ള തത്വമാണ് നമുക്കിവിടെ ഇതിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് താഴേക്ക് പോകാം. ഇവിടെ പേജ് നമ്പർ 116 കുറച്ച് കണക്കുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? അതൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ, ഇവിടെ ആദ്യം തന്നെ പറയുന്നത് ചുവടെയുള്ള തുകകൾ മനക്കണക്കായി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിനെ ഓരോന്നിനെയും ഇതേപോലെ മനക്കണക്കായിട്ട് ചെയ്തു നോക്കാം. ഒന്നാമത്തേത് 136 പ്ലസ് 199 ആണ്. അപ്പോൾ ഒന്നാമത്തെ നമുക്ക് ഇവിടെ എഴുതാം സ്പേസ് കുറവുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതേണ്ടി വരും. 137 പ്ലസ് 99 എന്ന് പറയുന്നത് നമുക്ക് ഇതിനെ ഒന്ന് മാറ്റി എഴുതാം, അല്ലേ? 199നെ നമുക്ക് എന്താക്കി എഴുതാം? 200 ആക്കിയിട്ട് എഴുതാം. 200. അപ്പോൾ നമ്മൾ ഇവിടെ 1 കൂട്ടുകയാണ് ചെയ്തത്, അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 1 കുറക്കണം. അപ്പോൾ 136 പ്ലസ് 200 എന്ന് പറയുന്നത് എത്രയാണ്? 336. ഓക്കെ, അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് മനക്കണക്കായിട്ട് ഇത് ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റും. ഇനി 375 പ്ലസ് 298 ആണ്, അല്ലേ? 298നെ നമുക്ക് എന്ത് ചെയ്യാം? 300 ആക്കി മാറ്റി എഴുതാം. 300. ഇവിടെ എഴുതാം. രണ്ടാമത്തേതാണ് 375 പ്ലസ് 298 എന്ന് പറയുന്നത് ഈക്വൽ എന്തായിട്ട് മാറും? ഇവിടെ നമ്മൾ 300 ആക്കി മാറ്റും. ഇവിടെ എത്രയാണ് കൂട്ടിയത്? നമ്മൾ 2 ആണല്ലേ? 298 കഴിഞ്ഞാൽ 299, 300 2 കൂട്ടി എഴുതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 2 കുറച്ച് എഴുതണം. അപ്പോൾ 375 നിന്നും 2 കുറച്ചാൽ 373. എത്രയായി? 300 600 ആയി. 600
673 അല്ലേ, 673. അപ്പോൾ ഇത് രണ്ടും ഇതിന് തുല്യമാണ് എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. 673 തുല്യമാണ്. ഇനി അടുത്തത് മൂന്നാമത്തേതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. മൂന്നാമത്തേത് 697 പ്ലസ് 174 അല്ലേ. ഇത് 174ഉം 697ഉമാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ 697 മാറ്റുന്നതാണ് നമുക്ക് എളുപ്പം അല്ലേ. അപ്പോൾ 697 നമുക്ക് 700 ആക്കാം. 700 ആക്കണമെങ്കിൽ 697ൻ്റെ കൂടെ 3 നമ്മൾ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 174ൽ നിന്നും 3 കുറക്കണം. 3 കുറച്ചാൽ 171. 700ഉം 171ഉം കൂടെ കൂട്ടി എത്ര കിട്ടും, 871. ഓക്കെ, 871 കിട്ടും. ഇനി അടുത്ത നാലാമത്തേതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. 1489 പ്ലസ് 2363. ഓക്കെ, ഇത് നമ്മൾ കൂട്ടുകയാണെങ്കിൽ ഇതിൽ വലിയ സംഖ്യ എന്ന് പറയുന്നത് എത്രയാണ്, 2363 ആണല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇതിനെ 1489നെ നമുക്ക് എന്ത് ചെയ്യാം, 1500ലേക്ക് റൗണ്ട് ചെയ്യാം. അതാണ് ഒന്നും കൂടെ നല്ലത്. 1500ലേക്ക് റൗണ്ട് ചെയ്യണമെങ്കിൽ എത്ര കൂട്ടണം നമ്മൾ, 1489 കഴിഞ്ഞ് 1490, 1 കൂട്ടി 90 ആയി, പിന്നെ 10 കൂടെ കൂട്ടണല്ലോ. അപ്പോൾ ടോട്ടൽ നമ്മൾ 11 അവിടെ കൂട്ടുന്നുണ്ട്. അപ്പോൾ 11 കൂട്ടി നമ്മൾ എന്ത് ചെയ്യും, 1500 എന്നിടും. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ നിന്നും 11 കുറക്കണം. 11 കുറക്കുമ്പോൾ 2363 നിന്നും 11 കുറച്ച് എഴുതണം. എത്രയാണ് കിട്ടുന്നത്, 2352. ഓക്കെ, 2352 എന്ന് കിട്ടും. ഇനി ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കാം. 2000 1000 കൂടെ കൂട്ടി എത്രയായി, 3000 ആയി അല്ലേ, 3000. ഇനി 500 300 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 800. പിന്നെ എത്രയാണുള്ളത്, 52. അപ്പോൾ 3852 എന്ന് ഉത്തരം കിട്ടും. 3852. ഓക്കെ, ഇനി ഈ ഒന്നാമത്തേത് കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ്, രണ്ടാമത്തെ പ്രവർത്തനമാണ് നോക്കാനുള്ളത്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പ്രവർത്തനത്തിലേക്ക് കടക്കാം. ഇത് നമ്മൾ മായ്ക്കാൻ പോവുകയാണ്, നമുക്ക് സ്ഥലമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ. രണ്ടാമത്തേതിൽ ഒന്നാമത്തേത്, അടുത്തടുത്ത 4 എണ്ണൽ സംഖ്യകൾ എടുക്കുക. ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകളുടെ തുകയും നടുവിലെ 2 സംഖ്യകളുടെ തുകയും പരിശോധിക്കുക. അടുത്തടുത്തുള്ള വേറെ 4 എണ്ണൽ സംഖ്യകൾ എടുത്ത് പരിശോധിക്കുക. എപ്പോഴും തുകകൾ തുല്യമാകാൻ കാരണം എന്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം തന്നെ സംഖ്യകൾ എടുത്തിട്ട് നമുക്ക് ചെയ്തു നോക്കാം അല്ലേ. എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, തൊട്ടടുത്ത സംഖ്യകൾ ആയിരിക്കണം. അപ്പോൾ നമുക്ക് 2ലെ ഒന്നാമത്തെ ഉത്തരമാണ് ഇവിടെയാണ് എഴുതാൻ വേണ്ടി പോകുന്നത്. 4 എണ്ണൽ സംഖ്യകൾ എടുക്കാം. ഏതെടുക്കാം, 2 3 4 5. ഓക്കെ, 4 എണ്ണമായി അല്ലേ. ഇനി ഇതിൽ ആദ്യം ചോദിച്ചിട്ടുള്ളത് എന്താണ്, ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകളുടെ തുക. അപ്പോൾ ആദ്യത്തെയും അവസാനത്തെയും ഇവിടെ നിങ്ങൾ അങ്ങനെ എഴുതുക, ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകളുടെ തുക ഈക്വൽ ടു എത്രയാണ്, 2ഉം 5ഉം കൂടിയിട്ടാണ് അല്ലേ. ആദ്യത്തെ സംഖ്യ 2 ആണ്, അവസാനത്തെ സംഖ്യ 5 ആണ്. 2 + 5 എന്ന് പറയുന്നത് എത്രയാണ്, 7 ആണ്. ഇനി അടുത്തത് എന്താണ്, നടുവിലെ 2 സംഖ്യകളുടെ തുകയാണ് അല്ലേ. നടുവിലെ സംഖ്യകളുടെ തുക. ഓക്കെ, എത്രയാണ് നടുവിലെ സംഖ്യ എന്ന് പറയുന്നത്, 1 3ഉം 1 4ഉമാണ്. 3 + 4 എന്ന് പറയുന്നത് എത്രയാണ്, 7 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി, ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകളുടെ തുക തമ്മിൽ കൂട്ടിയപ്പോഴും നടുവിലത്തെ 2 സംഖ്യയുടെ തുക തമ്മിൽ കൂട്ടിയപ്പോഴും നമുക്ക് കിട്ടിയ ഉത്തരം എന്ന് പറയുന്നത് ഉത്തരം സെയിം തന്നെയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത 2 4 അക്ക സംഖ്യകൾ എടുത്തു നോക്കാം. ഏതെടുക്കാം നമുക്ക്, 10 11 12 13 എന്നിവ എടുക്കാം. ഇതിൽ ആദ്യത്തെ സംഖ്യയായിട്ടുള്ള 10ഉം അവസാനത്തെ സംഖ്യയായിട്ടുള്ള 13ഉം കൂട്ടി നോക്കുക. 10ഉം 13ഉം കൂടെ കൂട്ടി എത്ര കിട്ടും, 23. ഇനി അടുത്തത് നടുവിലെ 2 സംഖ്യയായ 11ഉം 12ഉം കൂടെ കൂട്ടി നോക്കുക. എത്ര കിട്ടും, 23. അപ്പോൾ നടുവിലെ സംഖ്യ കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 23 തന്നെയാണ്. ഇനി എന്താണ് ഇതിന് കാരണം എന്ന് നമ്മളെടുത്ത് ചോദിച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ എന്താ ചെയ്യുന്നത്, ഇവിടെ നോക്കൂ, 10ൽ നിന്നും 1 കുറച്ചതാ, 11ൽ നിന്നും 1 കുറച്ചതാണ് ഈ 10 എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, 10നോട് കൂടി 3 കൂടുകയാണ് ഇവിടെ ചെയ്യുന്നത്. 12ൽ നിന്നും 1 കൂടുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും 1 കുറയുകയും കൂടുകയുമാണ് അവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ വേണ്ടി സാധിക്കും കൂട്ടുകാരെ, എന്ത് പറയാൻ വേണ്ടി പറ്റും,
ആദ്യത്തെ സംഖ്യ മധ്യഭാഗത്തുള്ള ആദ്യ സംഖ്യയേക്കാൾ എന്തു കുറവാണ്? 1 കുറവും അവസാനത്തെ സംഖ്യ മധ്യഭാഗത്തുള്ള രണ്ടാമത്തെ സംഖ്യയേക്കാൾ 1 കൂടുതലുമാണ്. ഒന്നും കൂടെ പറയാം. ആദ്യത്തെ സംഖ്യ മധ്യഭാഗത്തുള്ള ആദ്യ സംഖ്യയേക്കാൾ 1 കുറവും അവസാനത്തെ സംഖ്യ മധ്യഭാഗത്തുള്ള രണ്ടാമത്തെ സംഖ്യയേക്കാൾ 1 കൂടുതലുമാണ്. ഇതാണ് ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കിതിൽ രണ്ടാമത്തെ പ്രവർത്തനത്തിലേക്ക് കടക്കാം. രണ്ടാമത്തേത്, അടുത്തടുത്തുള്ള 4 എണ്ണൽ സംഖ്യകൾക്ക് പകരം അടുത്തടുത്തുള്ള 6 എണ്ണൽ സംഖ്യകൾ എടുത്താൽ ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകളുടെ തുക മറ്റേതൊക്കെ ജോഡി സംഖ്യകളുടെ തുകയ്ക്ക് തുല്യമാണ്, എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് 6 സംഖ്യകളാണ് എടുക്കേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 6 സംഖ്യകൾ എടുത്തിട്ട് ഒന്ന് ചെയ്തു നോക്കാം. 6 സംഖ്യകൾ എടുക്കാം. ഏതൊക്കെ എടുക്കാം? നമുക്ക് ഇവിടെ ചെയ്യാം. രണ്ടാമത്തെ ഉത്തരമാണ് 6 സംഖ്യ എടുക്കുക അല്ലേ. 4, 5, 6, 7, 8, 9 6 സംഖ്യകളായില്ലേ. ഇനി എന്ത് ചെയ്യുക? ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകൾ തമ്മിൽ കൂട്ടി നോക്കുക. ഏതൊക്കെയാണ്? 4ഉം 9ഉം കൂടെ കൂട്ടി നോക്കുക. 4ഉം 9ഉം കൂടെ കൂട്ടി എത്ര കിട്ടും? 13. ഇനി അടുത്ത 2 സംഖ്യകൾ കൂടെ കൂട്ടി നോക്കാം. ഏതൊക്കെയാണ്? 5ഉം 8ഉം അല്ലേ. 5 + 8 എത്ര കിട്ടും? 13. അടുത്ത 2 സംഖ്യയായ 6ഉം 7ഉം കൂടെ കൂട്ടി നോക്കൂ. എത്ര കിട്ടും? 13. അപ്പോൾ എന്താണ്? ഇതെല്ലാം കൂടെ കൂട്ടുമ്പോഴും നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് എത്രയാണ്? 13 തന്നെയാണ് അല്ലേ. ഇപ്പോൾ ഏത് സംഖ്യ നിങ്ങൾ ഇതല്ലാതെ വേറെ ഏതെങ്കിലും സംഖ്യ എടുത്ത് നോക്കിയാലും കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ മനസ്സിലായി 1ഉം 6ഉം കൂടെ കൂട്ടുമ്പോഴും 2ഉം 5ഉം കൂടെ കൂട്ടുമ്പോഴും അതുപോലെ തന്നെ 3ഉം 4ഉം കൂടെ കൂട്ടുമ്പോഴും എന്താണ് ഉത്തരം എന്ന് പറയുന്നത്? 13 എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അത് ആ ഉത്തരം എന്ന് പറയുന്നത് 13 ഏത് സംഖ്യ എടുത്താലും സംഖ്യ മാറും, പക്ഷേ എന്താണ് ഉത്തരം എന്ന് പറയുന്നത് ആ സെയിം സംഖ്യ തന്നെയായിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലായി ഇതിൽ നിന്നും? ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് എന്താണെന്നാണ് നമ്മൾ എഴുതേണ്ടത്. കാരണം എന്ന് പറയുന്നത് 2 അറ്റങ്ങളിൽ നിന്നും ഒരേ അകലങ്ങളിലുള്ള സംഖ്യകളുടെ തുകകൾ തുല്യമായിരിക്കും. ഓക്കെ, 2 അറ്റങ്ങളിൽ നിന്നും ഒരേ അകലങ്ങളിൽ ഉള്ള സംഖ്യകളുടെ തുക തുല്യമായിരിക്കും എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലായ കാര്യം. ഇനി നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. ഇതിലെ 3ാമത്തെ ചോദ്യമാണ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അടുത്തടുത്തുള്ള 5 എണ്ണൽ സംഖ്യകളായാലോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 5 എണ്ണൽ സംഖ്യകൾ എടുക്കാം അല്ലേ. 1, 2, 3 മൂന്നാമത്തെ ഉത്തരമാണിത്. ഇതിൻ്റെ ഉത്തരമാണ്. 5 സംഖ്യകൾ എടുക്കാം. 5, 6, 7, 8, 9 5 സംഖ്യകളായില്ലേ. ഇനി എന്ത് ചെയ്യണം? ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകൾ തമ്മിൽ കൂട്ടുക. 5ഉം 9ഉം കൂടെ കൂട്ടുക. എത്ര കിട്ടും? 5ഉം 9ഉം കൂടെ കൂട്ടിയാൽ 14 കിട്ടും. അടുത്തത് 6ഉം 8ഉം കൂടെ കൂട്ടി നോക്കൂ. 6ഉം 8ഉം കൂടെ കൂട്ടിയാൽ 14 കിട്ടും. ഇനി 7 ആണല്ലേ. 7ഉം 14ഉം തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് എന്താണ്? 7ൻ്റെ ഇരട്ടിയാണ് 14 എന്ന് പറയുന്നത്. 7 × 2 ആണ് 14 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് മനസ്സിലായിട്ടുള്ള കാരണം? ഇവിടെ കാരണം നമുക്ക് എഴുതി കൊടുക്കണ്ടേ? കാരണം എഴുതേണ്ടത് ആദ്യ സംഖ്യയുടെയും അതുപോലെ തന്നെ അവസാന സംഖ്യയുടെ തുക മധ്യഭാഗത്തെ സംഖ്യയുടെ ഇരട്ടിയാണ്. ആദ്യ സംഖ്യയുടെയും അവസാന സംഖ്യയുടെയും തുക മധ്യഭാഗത്തെ സംഖ്യയുടെ ഇരട്ടിയാണ്. രണ്ടാമത്തെ സംഖ്യയുടെയും നാലാമത്തെ സംഖ്യയുടെയും തുക മധ്യഭാഗത്തെ സംഖ്യയുടെ ഇരട്ടിയാണ്. ഇതാണ് നമ്മളവിടെ കാരണമായിട്ട് എഴുതി കൊടുക്കേണ്ടത്. ഓക്കെ, ഈ കാരണം നിങ്ങളവിടെ എഴുതി കൊടുക്കുക. ഇനി 4ാമത്തെ ചോദ്യം, അടുത്തടുത്തുള്ള 3 എണ്ണൽ സംഖ്യകളാണ് അടുത്തതായിട്ട് നമ്മളെടുത്ത് ചോദിച്ചിട്ടുള്ളത്. അടുത്തടുത്ത 3 എണ്ണൽ സംഖ്യ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത് നോക്കി നോക്കാം. 3 എണ്ണൽ സംഖ്യയായിട്ട് ഏതെടുക്കാം? നമുക്ക് 4ാമത്തെ ഉത്തരമാണ് 3, 4, 5 എടുക്കാം അല്ലേ. 3, 4, 5 ഇവ എടുത്തു. ഇതിൽ 2 സംഖ്യകൾ 3ഉം 5ഉം കൂടെ കൂട്ടി എത്ര കിട്ടുന്നത്? 8. 8 4 തമ്മിലുള്ള ബന്ധം എന്താണ്? 4ൻ്റെ ഇരട്ടിയാണ് 8 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായ കാര്യം എന്ന് പറയുന്നത് എന്താണ്? ആദ്യ സംഖ്യയുടെയും അവസാന സംഖ്യയുടെയും ഇരട്ടിയാണ്. സംഖ്യയുടെയും തുക എന്ന് പറയുന്നത് മധ്യഭാഗത്തെ സംഖ്യയുടെ ഇരട്ടിയാണ്. ആദ്യ സംഖ്യയുടെയും അവസാന സംഖ്യയുടെയും തുക മധ്യഭാഗത്തെ സംഖ്യയുടെ 2 മടങ്ങാണ് എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലായത്. അപ്പോൾ 2ാമത്തെ ചോദ്യവും അതിലെ എല്ലാ ഉത്തരങ്ങളും നമ്മൾ നോക്കി. ഓക്കെ, ഇനി നമുക്ക് 3ാമത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ? റെഡിയാണോ? ഇതൊക്കെ ഇറേസ് ചെയ്യട്ടെ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് സ്റ്റെപ്പ് വൈസ് ആയിട്ട് എഴുതാം. ആദ്യത്തെ അവസാനത്തെ 7 തുക എന്ന് ഒന്നാമത് നമ്മൾ ചെയ്ത പോലെ ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് മനസ്സിലാക്കാൻ ചെയ്തിട്ടാലും കുഴപ്പമില്ല.
മൂന്നാമത്തേത് ഒരു മാസത്തെ കലണ്ടറിൽ ആഴ്ചയിലെ ഒരേ ദിവസം വരുന്ന തീയതികളെല്ലാം അടയാളപ്പെടുത്തുക. ആഴ്ചയിലെ ഒരേ ദിവസം വരുന്ന തീയതികൾ ഏതൊക്കെയാണ്? ഇതൊക്കെ 5, 12, 19, 26 ഇങ്ങനെ വരുന്ന ഇതൊക്കെയാണ് ആഴ്ചയിലെ ഒരേ ദിവസങ്ങളിൽ വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകളുടെ തുകയും മറ്റേതെല്ലാം ജോഡി തുകകൾക്ക് തുല്യമാണ് എന്തുകൊണ്ട് എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ഓരോ ദിവസത്തെയും വെച്ചിട്ട് നോക്കണം അല്ലേ, എന്നാലേ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഓരോന്ന് 1 by 1 ആയിട്ട് നോക്കാം. ആദ്യത്തെ കള്ളിയിലുള്ളത് 5, 12, 9, 26 ആണല്ലേ. അപ്പോൾ നമുക്ക് അതിലെ ആദ്യത്തെ സംഖ്യയായിട്ടുള്ള 5ഉം ഓക്കെ ഇവിടെ എഴുതാം. 5ഉം അതുപോലെ തന്നെ 26ഉം കൂടെ കൂട്ടി നോക്കുക. 5 + 26 എന്ന് പറയുന്നത് എത്രയാണ്? 31 ആണ്. ഇനി നടുവിലെ രണ്ട് സംഖ്യ ഏതാണ്? ഒന്ന് 12ഉം മറ്റൊന്ന് 19ഉമാണ്. 12ഉം ഇതും കൂടെ കൂട്ടുക. എത്ര കിട്ടും? 12ഉം 19ഉം കൂടെ കൂട്ടിയാൽ 31 എന്നുള്ളത് കിട്ടും. ഇനി അടുത്തതിലേക്ക് പോവുകയാണെങ്കിൽ 6ഉം 27ഉമാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത്. 6 + 27 33 എന്ന് കിട്ടും. ഇനി ഇതിലെ നടുവിലെ സംഖ്യ ആയിട്ടുള്ള 20ഉം 13ഉം കൂടെ നോക്കുക. 20ഉം 13ഉം 33. ഇനി അടുത്തതിലേക്ക് നോക്കൂ. 7ഉം 28ഉം ആണല്ലേ ഉള്ളത്. അപ്പോൾ 7 + 28 എന്ന് പറയുന്നത് 35 ആണ്. നടുവിലെ സംഖ്യയായ 14ഉം 21ഉം കൂടെ നോക്കുക. 14 + 21 എത്ര കിട്ടും? 35 എന്നുള്ളത് കിട്ടും. ഇനി അടുത്തത് മുതൽ 5 ആഴ്ച ദിവസങ്ങളാണല്ലേ അല്ലേ. ആ മാസത്തിൽ ബുധനാഴ്ച 5 ആഴ്ചകളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ നോക്കേണ്ടത് 1ഉം 29ഉം കൂടെ ആദ്യം നോക്കണം. 1 + 29 നോക്കാം. 1 + 29 എത്രയാണ്? 30 കിട്ടും. ഇനി അതിലെ നടുവിലെ സംഖ്യ ഏതാണ്? നടുവിലല്ല, അതിൻ്റെ ഇടയിൽ വരുന്നത് 8ഉം 22ഉം വരുന്നുണ്ട് അല്ലേ. 8 + 22 എത്രയാണ്? 30. അടുത്തത് വരുന്നത് 15 മാത്രമാണല്ലേ. 15 മാത്രമേ വരുന്നുള്ളൂ. 15ഉം 30ഉം തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് എന്താണ്? 15 × 2 ആണ് 30 എന്ന് പറയുന്നത് അല്ലേ. അടുത്തത് നോക്കാം. 2ഉം 30ഉം ആണല്ലേ. 2 + 30 32 ആണ്. അടുത്ത സംഖ്യ 9ഉം 23ഉം എടുക്കുക. 9 + 23 എന്ന് പറയുന്നത് 32 ആണ്. 16ൻ്റെ ഇരട്ടിയാണ് 32 എന്ന് പറയുന്നത്. 16 × 2 ആണ്. ഇനി അടുത്തത് നമ്മൾ എടുത്തു നോക്കൂ. 3 + 31 ആണല്ലേ. 3 + 31 എത്ര വരും? 34 വരും. അതുപോലെ തന്നെ 10ഉം 24ഉം എത്ര വരും? 10 + 24 34 വരും. 17 × 2 ആണ് 34 എന്ന് പറയുന്നത്. ഇതേപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് 4ഉം 25ഉം 11ഉം 18ഉം വെച്ചിട്ടും ചെയ്തു നോക്കാം. പക്ഷെ ഉത്തരം കിട്ടുന്നത് ഈ രീതിയിൽ തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ് കൂട്ടുകാരെ ബന്ധം എന്ന് പറയുന്നത് എന്നാണ് നമ്മൾ നോക്കേണ്ടത് അല്ലേ. ഇവിടെ കിട്ടുന്ന സംഖ്യകൾ എപ്പോഴും ഒരേ രീതിയിലായിരിക്കും. അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? ഒരാഴ്ചയിലെ ഒരേ ദിവസങ്ങൾ 7 വ്യത്യാസമുള്ളവയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. ഒരാഴ്ചയിലെ ഇവിടെ എഴുതി കൊടുക്കാം. ആഴ്ചയിലെ ഒരേ ദിവസങ്ങൾ 7 വ്യത്യാസം ഉള്ളവയാണ്. അപ്പോൾ അതാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത പേജിലേക്ക് പോവാം. ഇതാണ് ഇവിടുത്തെ ബന്ധങ്ങൾ എന്ന് പറയുന്നത്. അടുത്തത് മാറാത്ത വ്യത്യാസമാണ്. മേരിക്ക് ഇപ്പോൾ 24 വയസ്സുണ്ട്. എത്രയാണ് മേരിക്ക് വയസ്സുള്ളത്? 24 വയസ്സാണ്. അപ്പോൾ ചേട്ടൻ ജോണിക്ക് 28 വയസ്സും 2 വർഷത്തിന് ശേഷം മേരിക്ക് എത്ര വയസ്സാവും? ജോണിക്കോ 2 വയസ്സിന് ശേഷം മേരിക്ക് എത്ര വയസ്സാവും? 24നോട് 2 കൂടും അല്ലേ, 26 വയസ്സാവും. ജോണിക്ക് അപ്പോൾ 28നോട് 2 കൂടി 30 വയസ്സും ആകും. അപ്പോൾ 3 വർഷം മുമ്പ് ഇവരുടെ വയസ്സ് എത്രയായിരിക്കും? അപ്പോൾ 24ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? 3 മേരിയുടെ വയസ്സിലും കുറക്കണം, ജോണിയുടെ വയസ്സിലും കുറക്കണം അല്ലേ. അപ്പോൾ ജോണിക്ക് 25 വയസ്സും മേരിക്ക് 21 വയസ്സും ആയിരിക്കും. ഇവരുടെ വയസ്സുകളെ കുറിച്ച് പൊതുവെ എന്ത് പറയാൻ വേണ്ടി പറ്റും? രണ്ടുപേരുടെയും വയസ്സുകൾ മാറും, പക്ഷേ പ്രായ വ്യത്യാസം മാറുന്നില്ല അല്ലേ. ഇപ്പോൾ ഈ മേരിക്ക് 24 വയസ്സ്, ജോണിക്ക് 28 വയസ്സ്, 4 വയസ്സിൻ്റെ വ്യത്യാസമാണ്. അപ്പോൾ അവർ എത്ര വർഷം കഴിഞ്ഞാലും ആ 4 വയസ്സിൽ എന്ത് വരില്ല? വ്യത്യാസം വരില്ല. പക്ഷേ അവരുടെ വയസ്സിൽ വ്യത്യാസം വരും, പ്രായത്തിൻ്റെ വ്യത്യാസം വരില്ല എന്നുള്ളതാണ്. അപ്പോൾ മറ്റൊരു തരത്തിൽ പറയാം, കുറേ വർഷങ്ങൾ കഴിഞ്ഞാൽ ജോണിയുടെ വയസ്സ് കൂടും, മേരിയുടെ വയസ്സ് അത്ര തന്നെ കൂടും. കുറേ വർഷം മുമ്പായാലോ
കുറേ വർഷം മുമ്പായാലും അങ്ങനെ തന്നെയാണ്. ഈ കണക്കിന് കണ്ട കാര്യം സംഖ്യകളുടെ പൊതുവായ ഒരു ക്രിയാതത്വമായിട്ട് എങ്ങനെ പറയാൻ വേണ്ടി പറ്റും? രണ്ട് സംഖ്യകളുടെ വ്യത്യാസവും ഓരോന്നിനോട് ഓരോ സംഖ്യ കൂട്ടിയതോ ഓരോന്നിൽ നിന്നും ഒരേ സംഖ്യ കുറച്ചതോ ആയ സംഖ്യകളുടെ വ്യത്യാസവും തുല്യമാണ് അല്ലേ? ഇവിടെ ജോണിക്ക് 30 വയസ്സായാലും 50 വയസ്സായാലും അതിൽ നിന്നും 4 വയസ്സ് കുറഞ്ഞിട്ടായിരിക്കും മേരിക്ക് ഉണ്ടായിരിക്കുക. അത് ഏത് വയസ്സ് എത്ര പോയാലും എന്താണ് വ്യത്യാസം എന്ന് പറയുന്നത് 4 തന്നെയായിരിക്കും. ഉദാഹരണമായിട്ട് 285 മൈനസ് 198 എന്ന് പറയാണ്. ഇവിടെ രണ്ട് സംഖ്യകളോടും 2 കൂട്ടുകയാണ് ചെയ്യുന്നത് അല്ലേ? 285 മൈനസ് 198. ഇതെന്താ ചെയ്യുന്നത്? 198നെ നമ്മൾ 200 ആക്കുകയാണ്. അപ്പോൾ 2 കൂട്ടുകയാണ് ചെയ്യുന്നത്. ആ 2 നമ്മൾ എവിടെ നിന്നും കുറക്കണം? 285 നിന്നും കുറച്ച് 283 ആക്കിയിട്ട് മാറ്റണം. എന്നിട്ട് നമ്മൾ ഇതെന്ത് ചെയ്യുക? ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ മുകളിൽ പറഞ്ഞ തത്വം അനുസരിച്ച് 185 മൈനസ് 198 എന്ന് പറയുന്നത് 287, സോറി 2 കൂട്ടാണ് ചെയ്യേണ്ടത് അല്ലേ? സോറി 2 കൂട്ടാണ്. അപ്പോൾ 287 ആവും. അപ്പോൾ 287 മൈനസ് 200 എന്ന് പറയുന്നത് എത്രയാണ്? 87. അത് തന്നെയാണ് 285 മൈനസ് 198 ചെയ്യുമ്പോഴും കിട്ടുന്നത്. മറ്റൊരു കണക്ക് പറയുകയാണെങ്കിൽ 600 മൈനസ് 388 എന്ന് പറയുന്നത് എത്രയാണ്? നമ്മൾ എന്ത് ചെയ്യണം? 600ൽ നിന്നും 1 മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടും 599 എന്നുള്ളത് കിട്ടും. കാരണം ഇവിടെ രണ്ടും 0 ആയതുകൊണ്ടാണ് നമ്മൾ 599 എന്നുള്ളത് റൗണ്ട് ആക്കി വരുന്നത്. കാരണം നമുക്കറിയാം ഇത് നോർമൽ നമ്മൾ കുറക്കുകയാണെങ്കിൽ 600 മൈനസ് 358 ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇത് കടമെടുത്ത് ചെയ്യേണ്ട അവസ്ഥ വരും അല്ലേ? കാരണം ഇവിടെ 0 അപ്പോൾ ആ 0 മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 599 എന്നുള്ള അടുത്ത ഒരു മൊത്തം എണ്ണൽ സംഖ്യ ആയിട്ടുള്ള 0 ഇല്ലാത്ത നമ്പറിലേക്ക് മാറ്റുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നിന്നും 1 കുറച്ച് 357 ചെയ്യുക. അപ്പോൾ നമുക്കറിയാം 9ൽ നിന്നും 7 കുറക്കാൻ ഈസിയാണ് അല്ലേ? 2 കിട്ടും. വീണ്ടും 9ൽ നിന്നും 5 കുറച്ചാൽ 4 കിട്ടും. 5ൽ നിന്നും 3 കുറച്ചാൽ 2 കിട്ടും. 242 നമുക്ക് വളരെ ഈസി ആയിട്ട് ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി താഴെയുള്ള കണക്കുകൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അടുത്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത് ചുവടെയുള്ള വ്യത്യാസങ്ങൾ മനക്കണക്കായിട്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ തന്നിട്ടുള്ള ഓരോന്നും നമുക്ക് എഴുതി നോക്കാം. ഒന്നാമത്തേത് 453 മൈനസ് 196 ആണല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഈ 453ൻ്റെ 196നെ നമുക്ക് എന്ത് ചെയ്യാം? 200 ആക്കി മാറ്റാം. അപ്പോൾ എന്ത് ചെയ്യണം? 4 നമ്മൾ ഇതിൻ്റെ കൂടെ കൂട്ടണം അല്ലേ? അപ്പോൾ 4 കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 200 എന്നുള്ളത് കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യണം? 4 കൂട്ടണം. അപ്പോൾ 453 എന്നുള്ളത് 457 ആയിട്ട് മാറും. ഇനി നമുക്ക് ഈസി ആയിട്ട് കുറച്ചുകൂടെ 457 മൈനസ് 200 എത്ര കിട്ടും? 257 എന്നുള്ളത് കിട്ടും. ഓക്കെ, 257. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് 453 മൈനസ് 196 എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്? 457 മൈനസ് 200ന് തുല്യമാണ്. ഓക്കെ, ഇതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം. രണ്ടാമത്തേതിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം എത്രയാണ്? രണ്ടാമത്തേത് 388 മൈനസ് 189 ആണല്ലേ? ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് ഈ 389ൻ്റെ കൂടെ 11 കൂട്ടാം. അപ്പോൾ ഇവിടെ നമുക്ക് 388 189 ആണല്ലേ? ഈ 9 താഴെയും 8 മേലെയുമായിട്ട് കിടക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? മൈനസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് മേലെയുള്ള ഈ 388നെയും നമുക്ക് 9 ഉള്ള സംഖ്യയിലേക്ക് മാറ്റണം. അപ്പോൾ 9 ഉള്ള സംഖ്യ എന്ന് പറയുന്നത് 399ലേക്ക് മാറ്റാം അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ 388ൻ്റെ കൂടെ 11 കൂട്ടി 399 ആക്കാം. അതുപോലെ തന്നെ 189ൻ്റെ കൂടെ 11 കൂട്ടി 200 ആക്കി മാറ്റാം. അപ്പോൾ ഇത് റൗണ്ട് ആയിട്ടുള്ളതായി. മേലെയുള്ളത് 9 എന്നുള്ള വലിയ സംഖ്യയുമായി നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിനെ കുറക്കാൻ വേണ്ടി സാധിക്കും. ഇനി എന്ത് ചെയ്യണം? നമുക്കറിയാം നമ്മളിപ്പോൾ ചെയ്ത 388 മൈനസ് 189 എന്ന് പറയുന്നത് ഏതിന് തുല്യമാണ്? 399 മൈനസ് 200ന് തുല്യമാണ് അല്ലേ? അപ്പോൾ ഇതിൽ നിന്നും ഇത് കുറച്ചാൽ മതി. 399 മൈനസ് 200 നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടും അല്ലേ? 200 300 എത്ര? 100 വ്യത്യാസം, പിന്നെ 99. അപ്പോൾ 100 പ്ലസ് 99 199 എന്നുള്ള ഉത്തരമായിട്ട് നമുക്ക് കിട്ടും. ഇനി അടുത്തത് നമുക്ക് ചെയ്ത് നോക്കാം.
അടുത്തതെന്ന് പറയുന്നത് മൂന്നാമത്തതാണ് 700 മൈനസ് 387 ആണ് അല്ലേ. അപ്പോൾ 700 മുകളിൽ വരുന്നത്, 387 താഴെയും വരും അല്ലേ. അപ്പോൾ 0-ൽ നിന്ന് കുറക്കാൻ വേണ്ടി നമുക്ക് സാധിക്കില്ല, കടമെടുക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിനെ എന്ത് ചെയ്യുക, വലിയ സംഖ്യയായിട്ട് മാറ്റാം. അപ്പോൾ ഏതാക്കാം, 699 എന്നുള്ള സംഖ്യയാക്കി മാറ്റാം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, മൂന്നാമത്തെ ഉത്തരമാണ് 3. ഈ 700-ൽ നിന്നും 1 കുറക്കുക, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 699 എന്നുള്ളത് കിട്ടും. ഇനി 387 കൂടെ ഉള്ളത്, അതിൽ നിന്നും 1 കുറക്കുക, 386 എന്നുള്ളത് കിട്ടും. നമുക്കുള്ള സംഖ്യ എന്ന് പറയുന്നത് 700 മൈനസ് 387 എന്തിനു തുല്യമാണ്, 699 മൈനസ് 386 തുല്യമാണ്. ഇനി 699 നിന്ന് 386 കുറച്ച് നോക്കൂ, ഏതാണ്, 9-ൽ നിന്നും 6 കുറക്കുക, എത്ര കിട്ടും, 9-ൽ നിന്നും 6 കുറക്കുമ്പോൾ 3 എന്നുള്ളത് കിട്ടും അല്ലേ. 9-ൽ നിന്നും 6 കുറക്കുമ്പോൾ നമുക്ക് 3 എന്ന് കിട്ടും, 3 കിട്ടും, ഈക്വൽ ടു 3. പിന്നെ ഇവിടെ 8 ഇവിടെ 9 9-ൽ നിന്നും 8 കുറച്ചാൽ 1 കിട്ടും, 6-ൽ നിന്നും 3 കുറച്ചാൽ 3 കിട്ടും. അപ്പോൾ 313 എന്നുള്ള ആൻസറാണ് നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. ഇനി ഇതിലെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്തതെന്ന് പറയുന്നത് ഏതാണ്, ഇതാണ് അല്ലേ. നാലാമത്തതാണ് ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്. നാലാമത്തത് 1500 മൈനസ് 839 ആണ്. അപ്പോൾ 1500-ൽ നിന്നും നമ്മൾ എന്ത് കുറക്കുക, 1 കുറക്കുക, 1499 എന്നുള്ള 9 എന്നുള്ള വലിയ സംഖ്യ കിട്ടും. ഇനി 839-ൽ നിന്നും നമ്മൾ 1 കുറക്കണം, 838 എന്നുള്ളത് കിട്ടും. ഇനി നമ്മൾ എഴുതേണ്ടത് എന്താണ്, നമുക്ക് തന്നിട്ടുള്ള 1500 മൈനസ് 839 എന്ന് പറയുന്നത് എന്തിനു തുല്യമാണ്, 1499 മൈനസ് 838 തുല്യമാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ 9 ഇവിടെ 8 അല്ലേ. 9-ൽ നിന്നും 8 കുറച്ചാൽ ബാക്കി 1 കിട്ടും. അതുപോലെ തന്നെ 9-ൽ നിന്നും 3 കുറച്ചാൽ ബാക്കി 6 കിട്ടും. പിന്നെ 8ഉം 14 ആണല്ലേ. 14-ൽ നിന്നും 8 കുറച്ചാൽ എത്ര കിട്ടും, 6 കിട്ടും. ഉത്തരം എന്ന് പറയുന്നത് 661 എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരുന്നത്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് എഴുതിയില്ലെങ്കിലും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യം തന്നെയാണ്. ഇവിടെ എഴുതി നമ്മൾ ചെയ്തു എന്നുള്ളത് എന്ന് മാത്രം, നമുക്ക് നോട്ട്ബുക്കിൽ എഴുതണമല്ലോ, അതിനു വേണ്ടിയാണ്. ഇനി മറ്റൊരു കണക്കാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അടുത്ത ബന്ധം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇരട്ട സംഖ്യയുടെ വ്യത്യാസം ഇരട്ട സംഖ്യ തന്നെയല്ലേ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉദാഹരണമായിട്ട് ഇവിടെ പറയുകയാണെങ്കിൽ എന്താണ്, 18 മൈനസ് 12 എന്ന് പറയുന്നത്, 18ഉം 12ഉം എന്താണ്, ഇരട്ട സംഖ്യകളാണല്ലേ. എങ്ങനെയാണ് ഇരട്ട സംഖ്യ എന്ന് പറയാം, 2ന്റെ ഗുണിതങ്ങളായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇത് ഇരട്ട സംഖ്യയാണ്. അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എത്രയാണ്, 6 ആണ്. അപ്പോൾ എന്താണ്, ഇരട്ട സംഖ്യയുടെ വ്യത്യാസം എന്ന് പറയുന്നത് എപ്പോഴും ഇരട്ട സംഖ്യ തന്നെയായിരിക്കും. ഇനി ഇത് ഏത് 2 ഇരട്ട സംഖ്യ എടുത്താലും ശരിയാകുമോ, എന്തുകൊണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. എന്തുകൊണ്ടാണ്, അവിടെ 2 സംഖ്യകളും ഇരട്ട സംഖ്യ ആയതുകൊണ്ട് തന്നെയാണ്. ഇനി ഇവിടെ മുകളിലെ ഉദാഹരണത്തിന് 18-നെയും 12-നെയും 2ന്റെ ഗുണിതങ്ങളാക്കി നോക്കൂ. എന്താ കിട്ടുന്നത്, 18-നെ നമുക്ക് 2 × 9 എന്ന് കിട്ടും, 12-നെ 2 × 6 എന്നും കിട്ടും. അപ്പോൾ അവരുടെ വ്യത്യാസം എന്ന് പറയുന്നത് 2 × 9 മൈനസ് 2 × 6 ആണ് അല്ലേ. 2 × 9 എന്ന് പറയുന്നതും 2 × 6 എന്ന് പറയുന്നതിനെയും നമുക്ക് എന്ത് ചെയ്താൽ മതി, മൈനസ് ചെയ്താൽ മതി. 2 സംഖ്യകളെ ഒരേ സംഖ്യ കൊണ്ട് കുറച്ചാലും സംഖ്യകളുടെ വ്യത്യാസത്തെ ഗുണിച്ചാലും കിട്ടുന്നത് ഒരേ സംഖ്യ തന്നെയാണ് അല്ലേ. അപ്പോൾ ഇവിടെ അതനുസരിച്ച് 18 മൈനസ് 12 എന്ന് പറയുന്നത് 2 × 9 മൈനസ് 2 × 6 ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ 2-ന് നമ്മളൊരു കോമൺ ഫാക്ടർ ആണ്. അപ്പോൾ അതിനെ എടുത്തെഴുതുക, 2 × 9 മൈനസ് 6 എന്നുള്ളത് കിട്ടും. അപ്പോൾ 9 മൈനസ് 6 എന്ന് പറയുന്നത് എത്രയാണ്, 9-ൽ നിന്നും 6 പോയി കഴിഞ്ഞാൽ 3 ആണല്ലേ. അഥവാ 2 × 3 എന്നുള്ളത് കിട്ടും. ഇതിൽ 18-നും 2-നും പകരം മറ്റേതെങ്കിലും 2 ഇരട്ട സംഖ്യ എടുത്താലും വ്യത്യാസം 2ന്റെ ഗുണിതങ്ങളായിട്ട് വരും അല്ലേ. 2 × 3 എന്ന് പറയുന്നത് എത്രയാണ്, 6 ആണ്. അപ്പോൾ അവിടെ വ്യത്യാസം എന്ന് പറയുന്നത് 6 ആണ്. 6 എന്ന് പറയുന്നത് 2ന്റെ ഗുണിതമാണ്. അതായത് 2 ഇരട്ട സംഖ്യയുടെയും വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്, ഇരട്ട സംഖ്യ തന്നെയാണ് എന്നുള്ളതാണ് അടുത്ത ഒരു ബന്ധം എന്ന് പറയുന്നത്. മനസ്സിലാക്കി വെക്കുക, ഇരട്ട സംഖ്യയുടെ വ്യത്യാസം എന്ന് പറയുന്നത് ഇരട്ട സംഖ്യ തന്നെയായിരിക്കും. ഇനി 2 ഒറ്റ സംഖ്യകൾ എടുത്ത് കുറച്ചു നോക്കിക്കഴിഞ്ഞാലോ, ഏത് 2 സംഖ്യകളുടെയും വ്യത്യാസം ഇരട്ട സംഖ്യ തന്നെയാണോ എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് നമുക്ക് എന്താണ്, ഏത് ഒറ്റ സംഖ്യ എടുത്താലും ഈ ഒരു ഇരട്ട സംഖ്യയോട് 1 കൂടിയതായി നമുക്ക് കാണാൻ വേണ്ടി പറ്റും. 325 എന്ന് പറയുന്നത് എന്താണ്, ഒരു ഒറ്റ സംഖ്യയാണ് അല്ലേ. അപ്പോൾ 325-നെ നമ്മൾ എന്ത് ചെയ്താൽ മതി, 1 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം കൂട്ടി നോക്കുക. എന്നിട്ട് 325 മൈനസ് 137 ആണല്ലേ. അപ്പോൾ 137-ൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം, 137 ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ 36-നോട് 1 കൂട്ടി നോക്കണം. അപ്പോൾ ഇവിടെ വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണെന്നാണ്
എന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. മുകളിൽ പറഞ്ഞ തത്വം അനുസരിച്ച് രണ്ട് സംഖ്യകളുടെ വ്യത്യാസവും ആ രണ്ട് സംഖ്യകളിൽ നിന്നും ഒന്ന് കുറച്ച് കിട്ടുന്ന സംഖ്യയുടെ വ്യത്യാസവും ഒരേ സംഖ്യ തന്നെയാണ്. അതായത് 325 മൈനസ് 137 എന്ന് പറയുന്നത് 324 പ്ലസ് 136 തുല്യമാണ്. ഓക്കെ, അപ്പോൾ രണ്ട് സംഖ്യകളുടെ വ്യത്യാസം ഇരട്ട സംഖ്യയാണെന്ന് കണ്ടു കഴിഞ്ഞല്ലോ. അപ്പോൾ കുറച്ച് നോക്കാതെ 324 മൈനസ് 136 ഇരട്ട സംഖ്യയാണെന്ന് കാണാം. എങ്ങനെ കാണാൻ വേണ്ടി പറ്റും? 325 മൈനസ് 137 ഈ സംഖ്യ തന്നെയാണ്. അപ്പോൾ ഇതുപോലെ രണ്ട് ഒറ്റ സംഖ്യയുടെയും വ്യത്യാസത്തെ രണ്ട് ഇരട്ട സംഖ്യയുടെ വ്യത്യാസമായി മാറ്റി എഴുതാം. ഈ വ്യത്യാസം ഇരട്ട സംഖ്യയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ കുറച്ച് പ്രവർത്തനങ്ങളുണ്ട്, നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് കടക്കാം. ഒന്നാമത്തേത് 3ന്റെ രണ്ട് ഗുണിതങ്ങളുടെ വ്യത്യാസവും 3ന്റെ ഗുണിതം തന്നെയാണോ, എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നമുക്ക് കുറച്ച് 3ന്റെ ഗുണിതങ്ങൾ എടുത്ത് നോക്കാം അല്ലേ, എന്നാലും നമുക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഒന്നാമത്തെ ആൻസർ ആണ് 3ന്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാണ്? 3, 6, 9, 12, 15 ഇതൊക്കെയാണ് 3ന്റെ ഗുണിതങ്ങളായിട്ട് വരുന്നത്. ഇനി എന്ത് ചെയ്യണം, നമ്മൾ ഇതിനെ പരസ്പരം നമ്മൾ കുറച്ച് നോക്കണം അല്ലേ. അപ്പോൾ 3ന്റെ ഗുണിതമായിട്ടുള്ള ഇവിടെ 6ൽ നിന്നും 3 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 3 എന്നുള്ളത് ഉത്തരമായിട്ട് കിട്ടും. അടുത്ത ഗുണിതമായ 9ൽ നിന്നും നമ്മൾ 6 കുറക്കുകയാണ്, എത്ര കിട്ടും? 3 എന്നുള്ളത് കിട്ടും. 12ൽ നിന്നും 9 കുറക്കുകയാണ്, എത്രയാണ്? 3 എന്നുള്ളത് കിട്ടും. 15ൽ നിന്നും 12 കുറക്കുകയാണ്, എത്ര കിട്ടും? 3 എന്നുള്ള ഉത്തരം കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഇതിൽ ഏത് കുറച്ചാലും 3 എന്നുള്ള ഉത്തരമാണല്ലേ. ഇനി അതല്ലാതെ നമ്മൾ കുറച്ച് നോക്കുക. ഇപ്പോൾ നമ്മൾ അടുത്തടുത്ത രണ്ട് സംഖ്യകളല്ലേ കുറച്ചത്, ഇനി നമുക്ക് എന്ത് ചെയ്യാം, 15ൽ നിന്നും 6 കുറച്ച് നോക്കാം, എത്ര കിട്ടും? 9 എന്നുള്ളത് കിട്ടും. അപ്പോൾ 9 എന്ന് പറയുന്നത് എന്താണ്? 3ന്റെ ഗുണിതമായിട്ട് വരുന്നത് തന്നെയാണ് അല്ലേ. ഇനി 6 × 3 ഇതിനെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചെയ്ത് നോക്കാം. എന്ത് ചെയ്യാം, 6 എന്ന് പറയുന്നത് എന്താണ്? 2 × 3 ആണ് അല്ലേ, 2 × 3 ആണ്. 3 എന്ന് പറയുന്നതോ 3 = 1 × 3 ആണ്. അപ്പോൾ 6 - 3 എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ടു 2 × 3 മൈനസ് 1 × 3 ആണ് അല്ലേ. ഇനി ഇവിടെ കോമൺ ഫാക്ടർ ആയിട്ട് വരുന്നത് ഏതാണ്? 3 ആണ്. ഈക്വൽ ടു 3 × 2 × 1. ഇവിടെ എത്ര കിട്ടും? 3 × 1 എന്ന് കിട്ടും. 3 × 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 തന്നെയാണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് മനസ്സിലായത്? 3ന്റെ എല്ലാ ഗുണിതങ്ങളുടെ വ്യത്യാസം എന്ന് പറയുന്നത് 3ന്റെ ഗുണിതം തന്നെയാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇതായിട്ട് വരുന്നത് കൊണ്ടാണ് അല്ലേ, ഗുണിത ഫലമായിട്ട് വരുന്നത് കൊണ്ട് തന്നെയാണ്. രണ്ടാമത്തേതിലെ ഒന്നാമത്തെ ചോദ്യം, 3 കൊണ്ട് ഹരിച്ചാൽ 1 മിച്ചം വരുന്ന ഏതെങ്കിലും രണ്ട് സംഖ്യകളുടെയും വ്യത്യാസം 3ന്റെ ഗുണിതമാണോ, എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 3 കൊണ്ട് ഹരിച്ചാൽ 1 മിച്ചം വരുന്ന സംഖ്യ എന്ന് പറയുന്നത് ഏതാണ്? നമുക്കറിയാം 1 എന്ന സംഖ്യ ഏതുകൊണ്ട് ഹരിച്ചാലും 1 എന്നുള്ളത് മിച്ചമായിട്ട് കിട്ടും അല്ലേ. അപ്പോൾ ഒരു സംഖ്യയെ നമുക്ക് എന്തെഴുതാം? 1 എന്ന് എഴുതി കൊടുക്കാം. ഇവിടെ എഴുതാം നമുക്ക്. രണ്ടാമത്തേതിലെ ഒന്നാമത്തെ ഉത്തരമാണ്. ഒരു സംഖ്യ 1 എന്ന് എഴുതി കൊടുക്കാം. ഇനി നമുക്ക് 4നെ ഹരിച്ചു നോക്കൂ കൂട്ടുകാരെ. 4നെ നമ്മൾ 3 കൊണ്ട് ഹരിക്കുക എന്ന് വിചാരിക്കുക. 4നെ 3 കൊണ്ട് ഹരിച്ചാൽ എത്ര പ്രാവശ്യം പോവും? 3 തവണ പോവും. 1 ബാക്കി 1 ശിഷ്ടം വരും അല്ലേ. അപ്പോൾ അടുത്ത സംഖ്യയായിട്ട് നമുക്ക് ഏതെഴുതാം? 4 എഴുതാം. ഇതേപോലെ തന്നെയാണ് 7 കൊണ്ട് ഹരിച്ചാലും 10 കൊണ്ട് ഹരിച്ചാലും. ഈ സംഖ്യകളെയൊക്കെ 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1നെ ശിഷ്ടമായിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ 4 എന്നിട്ട് എന്താ പറയുന്നത്? രണ്ട് സംഖ്യയുടെയും വ്യത്യാസം, ഉച്ചം വരുന്ന ഏതെങ്കിലും രണ്ട് സംഖ്യയുടെ വ്യത്യാസം 3ന്റെ ഗുണിതമാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 4നെ എന്ത് ചെയ്യാം? 1 കൊണ്ട് കുറച്ച് നോക്കുക. എത്ര കിട്ടും ഉത്തരം? 3 എന്നുള്ളത് കിട്ടും. ഇനി 10 എന്ന് പറയുന്നതിന് 7 കൊണ്ട് കുറച്ച് നോക്കുക. എത്ര കിട്ടും? 3 എന്നുള്ളത് ഉത്തരമായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഇവയിൽ ഏത് രണ്ട് സംഖ്യകളുടെയും വ്യത്യാസം എന്ന് പറയുന്നത് 3ന്റെ ഗുണിതമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവയിൽ ഏത് സംഖ്യയുടെയും വ്യത്യാസവും 3ന്റെ ഗുണിതമാണ്. എന്തുകൊണ്ടെന്നാൽ ഓരോ സംഖ്യയെയും 3 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം 1 ആണ്. അതാണ് കാരണം എന്ന് പറയുന്നത്. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. ഇതിലെ രണ്ടാമത്തെ പ്രവർത്തനമാണ് 3 കൊണ്ട് ഹരിച്ചാൽ 2 മിച്ചം വരുന്ന ഏതെങ്കിലും രണ്ട് സംഖ്യകളുടെയും വ്യത്യാസം 3ന്റെ ഗുണിതമാണോ, എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കണ്ടെത്തണം? അത്തരത്തിലുള്ള വ്യത്യാസമുള്ളത് കണ്ടെത്തണം അല്ലേ. അപ്പോൾ 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 2 മിച്ചം വരുന്നത് ഏതൊക്കെയാണ്? അത്തരത്തിലുള്ള കുറച്ച് സംഖ്യകൾ പറഞ്ഞു തരാം. 1, 2. ഓക്കെ, 2,
5, അതുപോലെ തന്നെ 8, 11 ഇതൊക്കെ ഇത്തരത്തിലുള്ള സംഖ്യകളാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഒന്ന് കുറച്ച് നോക്കാം. 5ൽ നിന്നും 2 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 3 കിട്ടും. അതുപോലെ തന്നെ 8ൽ നിന്നും 5 കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് 3 ആണ്. ഇനി 11ൽ നിന്നും 5 കുറച്ചാൽ കിട്ടുന്നത് 6 ആണ്. ഈ 3, 6 എന്നൊക്കെ പറയുന്നത് ഏതിൻ്റെ ഗുണിതമാണ്? 3ൻ്റെ ഗുണിതമാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തും കൂടി പറയാൻ വേണ്ടി പറ്റും. ഇവയിൽ ഏതെങ്കിലും 2 സംഖ്യകളുടെ വ്യത്യാസം 3 ആയിരിക്കും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒന്ന് ഇവയെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. അതുകൊണ്ട് തന്നെയാണ് എന്ത് പറയുന്നത്, ഇതിൻ്റെ ഉത്തരം വ്യത്യാസം എന്ന് പറയുന്നത് 3 ആയി മാറുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വണ്ണിലേക്ക് കടക്കാം. ഇതിലെ 3ാമത്തെ ചോദ്യമാണ്, കഴിഞ്ഞ കണക്കിൽ 3ന് പകരം 4 എടുത്താൽ അതുപോലെ എന്തെല്ലാം പറയാൻ വേണ്ടി പറ്റും എന്നാണ് അടുത്തതായിട്ട് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇവിടെ 3ന് പകരം നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത് ഏതാണ്? 4 ആണല്ലേ. അപ്പോൾ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 1 മിച്ചം വരുന്ന സംഖ്യകളാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് എഴുതി കൊടുക്കാം. എവിടെ എഴുതാം? ഇവിടെ എഴുതാം അല്ലേ. 3ാമത്തെ ചോദ്യമാണ്, 4 കൊണ്ട് ഹരിച്ചാൽ 1 മിച്ചം വരുന്ന സംഖ്യകൾ ഏതൊക്കെ വരും? 1 നമ്മൾ പറയും 1 വരുന്നതാണ്. അതുപോലെ തന്നെ 5 വരും. 5നെ നമ്മൾ 4 കൊണ്ട് ഹരിക്കാമെന്ന് വിചാരിച്ച് നോക്ക്. ഒരു പ്രാവശ്യം പോൾ ബാക്കി ശിഷ്ടം 1 വരും അല്ലേ. അതുപോലെ തന്നെ 9നെ ഹരിക്കുകയാണെങ്കിൽ 8 പോവും, പക്ഷേ ബാക്കി 1 ആയിരിക്കും. അടുത്തത് നമ്മൾ 4ൻ്റെ ടേബിൾ എടുത്ത് നോക്കും. 4ലെ 8 കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ട് വരുന്ന ഏതാണ്? 12 ആണ്. അപ്പോൾ 12ൻ്റെ കൂടെ 1 കൂടെ കൂട്ടിയിട്ടുള്ള സംഖ്യയുടെയും ശിഷ്ടം എന്തായിരിക്കും? 1 തന്നെയായിരിക്കും. അഥവാ 13 എടുത്താലും 1 ശിഷ്ടമായിട്ട് വരും. ഇനി ഈ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. 5ഉം 5 - 1 എത്രയാണ്? 4 ആണ്. 9 - 5 എത്രയാണ്? 4 ആണ്. അതുപോലെ 13 - 9 എത്ര കിട്ടും? 4 കിട്ടും. ഇനി 2 സംഖ്യകൾ മാറ്റിയെടുത്താലും നമുക്ക് കിട്ടുന്നത് 8ൻ്റെ ഗുണിതത്തിൽ വരുന്നത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയും എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്? ഇവയിൽ ഏതെങ്കിലും 2 സംഖ്യകളുടെ വ്യത്യാസം എന്ന് പറയുന്നത് 4ൻ്റെ ഗുണിതമായിരിക്കും. എന്തുകൊണ്ടെന്നാൽ ഇവയെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന മിച്ചം 1 ആണ്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് അടുത്തതായിട്ട് ഇതിലെ 4ാമത്തെ പ്രവർത്തനത്തിലേക്കാണ് നമ്മൾ കടക്കാൻ വേണ്ടി പോകുന്നത്. 2 സംഖ്യകളെ ഒരു സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ ഒരേ ശിഷ്ടമാണ് കിട്ടുന്നതെങ്കിൽ ഈ 2 സംഖ്യകളുടെ വ്യത്യാസവും ഹരിച്ച സംഖ്യയും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ നേരത്തെയും ചെയ്തു നോക്കിയിട്ടുള്ളത് 2 ക്വസ്റ്റ്യനിലും. പക്ഷെ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇപ്പം 3 കൊണ്ട് ഹരിക്കുമ്പോൾ 1 മിച്ചം വരുന്ന സംഖ്യ എടുക്കുക. ഓക്കെ, 3 കൊണ്ട് ഹരിക്കുമ്പോൾ 1 മിച്ചം വരുന്നത് ഏതൊക്കെയാണ്? നമ്മൾ പറഞ്ഞു 4, 7. ഇതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത്? 3 കൊണ്ട് ഹരിക്കുമ്പോൾ 3ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ ആദ്യം വരുന്നത് 3 ആണല്ലേ. അപ്പോൾ 3 നമുക്ക് ഹരിക്കുമ്പോൾ നമുക്ക് 0 ശിഷ്ടമായിട്ട് വരും. അപ്പോൾ 1 ശിഷ്ടമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അതിൻ്റെ കൂടെ 1 കൂടെ കൂട്ടി കൊടുക്കണം. അപ്പോൾ 3ൻ്റെ കൂടെ 1 കിട്ടുമ്പോൾ 4 എന്നുള്ള സംഖ്യ കിട്ടും. അടുത്ത 3ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് വരുന്നത് 6 ആണ്. അപ്പോൾ 6ൻ്റെ കൂടെ 1 കൂട്ടും, അപ്പോൾ 7 എന്നുള്ളത് കിട്ടും. അപ്പോൾ 9ൻ്റെ കൂടെ 1 കൂട്ടി 10 എന്നുള്ളത്. ഇതൊക്കെ 1 ശിഷ്ടം വരുന്നതാണ്. ഇനി 2 ശിഷ്ടം വരുന്നതാണെങ്കിൽ അതിൻ്റെ കൂടെ 2 കൂട്ടി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ 4, 7, 10 അങ്ങനെ വരും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ 7ൽ നിന്നും 4 മൈനസ് ചെയ്ത് നോക്കാം. എത്ര കിട്ടും? 3 എന്നുള്ളത് കിട്ടും അല്ലേ. 3 എന്ന് പറയുന്നത് എന്താണ്? 1 × 3ന് തുല്യമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി 2 സംഖ്യകളെ ഒരേ സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ എന്ത് കിട്ടണം? 2 സംഖ്യകളെ നമ്മൾ ഒരേ സംഖ്യ കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ ഒരേ ശിഷ്ടമാണ് കിട്ടുന്നതെങ്കിൽ ഈ 2 സംഖ്യകളുടെ വ്യത്യാസം ഹരിച്ച സംഖ്യയുടെ ഗുണിതമായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളത് മാറാത്ത ഗുണനഫലം എന്നുള്ള പ്രവർത്തനമാണ്. നമുക്ക് അതിലേക്ക് കടക്കാം. ഓക്കെ, മാറാത്ത ഗുണനഫലം. റാഫിയുടെ കയ്യിൽ 120 രൂപയുണ്ട്. ഓക്കെ, കുറച്ച് നോട്ട് പുസ്തകം വാങ്ങണം. 15 രൂപ വിലയുള്ള എത്ര പുസ്തകം വാങ്ങാമെന്നാണ് ചോദിക്കുന്നത്. 30 രൂപ വിലയുള്ള പുസ്തകമായാലോ? അപ്പോൾ ഒരു പുസ്തകത്തിൻ്റെ വില 2 മടങ്ങായപ്പോൾ വാങ്ങാവുന്ന പുസ്തകങ്ങളുടെ എണ്ണത്തിന് എന്ത് സംഭവിച്ചു? ഇവിടെ ആദ്യത്തെ പുസ്തകം 15 രൂപയായിരുന്നു അല്ലേ. അതിൻ്റെ മടങ്ങാണ് അല്ലെങ്കിൽ ഡബിൾ ആണ് എന്ന് പറയുന്നത് 30 എന്ന് പറയുന്നത് അല്ലേ. 2 മടങ്ങാണ് 30 എന്ന് പറയുന്നത്. അപ്പോൾ 15 രൂപയ്ക്ക് എത്ര പുസ്തകം വാങ്ങിക്കാൻ വേണ്ടി പറ്റുമോ അതിൻ്റെ പകുതി മാത്രമേ 30 രൂപയ്ക്ക് വാങ്ങിക്കുമ്പോൾ കിട്ടുകയുള്ളൂ. ഇനി 6 പുസ്തകമാണ് വേണ്ടതെങ്കിൽ എത്ര രൂപ വിലയുള്ള പുസ്തകം വാങ്ങാം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 2 പുസ്തകം മതിയെങ്കിലോ?
2 പുസ്തകം മതിയെങ്കിൽ ഇപ്പോൾ 60 രൂപയുടെ ബുക്കാണെങ്കിൽ 2 പുസ്തകം നമുക്ക് 120 രൂപക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ 30 രൂപയുടെ ബുക്കാണെങ്കിൽ 30 എണ്ണത്തിന് ഒരെണ്ണം വാങ്ങിക്കാം, 60 എണ്ണത്തിന് 2 എണ്ണം വാങ്ങിക്കാം അല്ലേ. അങ്ങനെയാണെങ്കിൽ 120 രൂപയ്ക്ക് എത്ര വാങ്ങിക്കാം? 4 പുസ്തകങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ 30 രൂപക്ക് 4 എണ്ണം വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ 15 രൂപയ്ക്ക് 8 എണ്ണം വാങ്ങിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഒരു പുസ്തകത്തിൻ്റെ വിലയും വാങ്ങുന്ന പുസ്തകങ്ങളുടെ എണ്ണവും മാറാം. അവയുടെ ഗുണനഫലം എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും 120 ആകണം. അപ്പോൾ 15 രൂപ വിലയുള്ള 8 പുസ്തകം വാങ്ങാൻ വേണ്ടി പറ്റും. 30 രൂപ വിലയാണെങ്കിൽ അത് 4 എണ്ണേ വാങ്ങാൻ വേണ്ടി പറ്റുകയുള്ളൂ. അപ്പോൾ ഒരു പുസ്തകത്തിൻ്റെ വില 2 മടങ്ങായാൽ പുസ്തകത്തിൻ്റെ എണ്ണം എന്തായിട്ട് മാറും? പകുതിയായിട്ട് മാറും അല്ലേ. ആ 8 എണ്ണം ഉള്ളത് 4 എണ്ണമായിട്ട് മാറി. ഇവിടെ 15 ഉള്ളത് 30 എന്നുള്ള 2 മടങ്ങിലേക്ക് വന്നപ്പോഴാണ് ആ മാറ്റം സംഭവിച്ചത്. അപ്പോൾ 6 പുസ്തകമാണ് വാങ്ങുന്നതെങ്കിൽ ഒരു പുസ്തകത്തിൻ്റെ വില എന്ന് പറയുന്നത് 20 രൂപയായിരിക്കണം. 20 രൂപക്കാണെങ്കിൽ 6 പുസ്തകങ്ങൾ വാങ്ങാൻ വേണ്ടി പറ്റും. ഇനി 2 പുസ്തകമാണെങ്കിൽ ഒരു പുസ്തകത്തിൻ്റെ വില 60 രൂപയായിട്ട് മാറണം. അപ്പോൾ പുസ്തകങ്ങളുടെ എണ്ണം 3-1 ഒരു പുസ്തകത്തിൻ്റെ വില 3 മടങ്ങാക്കാം അല്ലേ. അപ്പോൾ പൊതുവെ എന്ത് പറയാൻ വേണ്ടി പറ്റും? ഒരു പുസ്തകത്തിൻ്റെ വില, പുസ്തകങ്ങളുടെ എണ്ണം എന്നീ സംഖ്യകൾ ഒരെണ്ണത്തിനെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലും രണ്ടാമത്തേതിനെ മറ്റേ സംഖ്യ കൊണ്ട് ഹരിക്കണം. ഇവിടെ അതിനേക്കാൾ നല്ല ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇപ്പോൾ 9 × 4 എന്ന് പറയുന്നത് 9 × 4 എന്ന് പറയുന്നത് എത്രയാണ്? 36 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 9നെ 2 കൊണ്ട് ഗുണിക്കുക. 9 × 2 എന്ന് പറയുന്നത് എത്രയാണ്? 18 ആണ്. ഈ 4നെ നമ്മളപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യുക? 4നെ 2 കൊണ്ട് ഹരിക്കുക. 4 ഹരിക്കണം 2 എത്രയാണ്? 2. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഈ 18 × 2 ചെയ്ത് നോക്കുക. 18 × 2 എന്ന് പറയുന്നത് 36 ആണ്. അപ്പോൾ 9 × 4 എന്ന് പറയുന്നതും 18 × 2 എന്ന് പറയുന്നതും 36 ആണ്. എല്ലാം തുല്യമാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്ന കാര്യം. നമുക്ക് പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ മനസ്സിലാവും. മറ്റൊരു ഉദാഹരണം, ഈ ചിത്രം നോക്കൂ. കുറേ പൊട്ടുകൊണ്ടുള്ള ചതുരമാണ് അല്ലേ. എത്ര പൊട്ടുകളുണ്ട്? 4 വരിയിലായിട്ട് 9 പൊട്ടുകളാണ് ഉള്ളത്. ആകെ എത്ര പൊട്ടുകളുണ്ട്? 9 × 4 36 പൊട്ടുകളുണ്ട്. ഇനി മുകളിലെ 2 വരി മാറ്റി വലതുവശത്ത് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടെ വരികളുടെ എണ്ണം കൂടും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? ഇവിടെ ഒരെണ്ണത്തിൽ 18 എണ്ണമാണുള്ളത്, ഇത് 2 എണ്ണമാണുള്ളത്. 18 × 2 എന്ന് പറയുന്നത് എത്രയാണ്? 32 എന്നുള്ളതിലേക്ക് എത്തും. ഇനി ആദ്യത്തെ ചതുരത്തിലെ വിലങ്ങനെ 3 മുറിച്ച് 2 ഭാഗങ്ങളാക്കി മാറ്റാം. അങ്ങനെയാകുമ്പോൾ എന്താവും? വരികളുടെ എണ്ണം 4 ആയിട്ട് മാറും. 4 × 3 എന്ന് പറയുന്നത് 12ലേക്ക് മാറുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഓരോ വരിയിലും 9/3 എത്ര പൊട്ടുകളുണ്ട്? 3 പൊട്ടുകളാണുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആ 3നെ 12 കൊണ്ട് ഗുണിച്ചാൽ മതി. 3 × 12 36. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടുന്നത് 36 തന്നെയാണ്. ഇതിൽ വരികളുടെ എണ്ണവും ഒരേ വരിയിലുള്ള പൊട്ടുകളുടെ എണ്ണം മാറിയാലും അവയുടെ ഗുണനഫലം എന്ന് പറയുന്ന 36-ൽ യാതൊരു മാറ്റവും സംഭവിക്കില്ല. അതായത് ആകെ പൊട്ടുകളുടെ എണ്ണം എന്ന് പറയുന്നത് മാറുന്നില്ല എന്നർത്ഥം. അപ്പോൾ വരികളുടെ എണ്ണം പകുതിയാക്കാൻ ഓരോ വരിയിലുള്ള പൊട്ടുകളുടെ എണ്ണം 2 മടങ്ങാക്കണം. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? അതിനെ 2 മടങ്ങാക്കുകയാണ് ചെയ്യേണ്ടത്. ഓരോ വരിയിലുള്ള പൊട്ടുകളുടെ എണ്ണം 3-1 വരികളുടെ എണ്ണം 3 മടങ്ങാക്കണം. അപ്പോൾ പുസ്തക കണക്കിലെ ഇതിലും 2 സംഖ്യകളിലെ ഒന്നിനെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലും മറ്റൊന്നിനെ നമ്മൾ എന്ത് ചെയ്യണം? ആ സംഖ്യ കൊണ്ട് തന്നെ ഹരിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഹരിച്ച ഗുണനഫലം മാറുകയില്ല. അപ്പോൾ ഈ 2 കണക്കിലും കണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്? 2 സംഖ്യകളുടെ ഗുണനഫലവും അതിലൊന്നിലെ ഒരു സംഖ്യയുടെ ഗുണിക്കുകയും മറ്റൊന്നിനെ അതേ സംഖ്യ കൊണ്ട് ഹരിക്കുകയും ചെയ്ത സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറയുന്നത് തുല്യമായിരിക്കും. നമ്മൾ പറഞ്ഞു 9 എന്താണ് 9 × 4 എന്ന് പറയുന്നതും 18 × 2 എന്ന് പറയുന്നതും എന്താണ്? തുല്യമായിട്ടുള്ളതാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൽ രണ്ടിലും തുല്യമായിട്ട് വരുന്ന സംഖ്യയാണ്. ഒന്നിനെ നമ്മൾ ഗുണിക്കുകയും ചെയ്തു, പിന്നെ നമ്മൾ ഹരിക്കുകയും ചെയ്തു. അപ്പോൾ 18നെ 2 കൊണ്ട് ഹരിക്കുകയും 5നെ 2 കൊണ്ട് ഗുണിക്കുകയും ചെയ്താലോ? 18നെ നമ്മൾ 5 കൊണ്ട് ഗുണിച്ചു നോക്കൂ. എത്ര കിട്ടും? 18 × 5 എന്ന് പറയുന്നത് 90 എന്നുള്ളത് നമുക്ക് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 18നെ 2 കൊണ്ട് നമ്മൾ ഹരിക്കണം. എത്ര കിട്ടും? 9 എന്ന് കിട്ടും. 5നെ നമ്മൾ 2 കൊണ്ട് ഗുണിക്കുകയും ചെയ്യുക 10. 10 × 9 എന്ന് പറയുന്നത് എത്രയാണ്? 90 തന്നെയാണ്. അപ്പോൾ ഇവിടെ 18 × 5 എന്ന് പറയുന്നതും അതുപോലെ തന്നെ 10 × 9 എന്ന് പറയുന്നതും തുല്യമാണ് എന്നർത്ഥം. ഇനി ഇതുപോലെ ഗുണനഫലങ്ങൾ 5ാം ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടോ? ഏതാണ്? സംഖ്യകൾക്കുള്ളിൽ എന്ന പാഠഭാഗത്ത് ഘടകം, ഗുണനം, ഹരണം എന്ന് പറയുന്ന പാഠഭാഗത്ത് നമ്മൾ ഇതുപോലെയുള്ളത് ചെയ്തു നോക്കിയിട്ടുണ്ട്. ഇനി 2 സംഖ്യകൾ മാറുകയും അവയുടെ തുക മാറാതിരിക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങളാണ് മാറാത്ത തുക എന്ന് പറയുന്നത്. എന്താണ്? 2 സംഖ്യകൾ മാറും, അഥവാ എന്താണ്? നമുക്ക്
ഗുണിക്കേണ്ട സംഖ്യകളിൽ നിന്നുള്ളത് മാറും, പക്ഷേ തുക എന്ന് പറയുന്നത് എപ്പോഴും അത് തന്നെയായിരിക്കും. അപ്പോൾ അവിടെ തുക മാറാതിരിക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങളെയാണ് നമ്മൾ മാറാത്ത തുക എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഈ പാഠഭാഗത്ത് കണ്ടിട്ടുള്ളത്. ഒരു സംഖ്യ വലുതാക്കിയാൽ മറ്റേ സംഖ്യ ചെറുതാക്കണം. ഓക്കെ, മറിച്ചും ചെയ്യണം. നമ്മൾ ഒരു സംഖ്യ വലുതാക്കിയാൽ മറ്റേ സംഖ്യയും വലുതാക്കണം. അതിൻ്റെ രീതി അതാണ്. ഒരു സംഖ്യയോട് ഏത് സംഖ്യ കൂട്ടിയാലും അത് തന്നെ മറ്റേ സംഖ്യയിൽ നിന്ന് കുറക്കുകയും ചെയ്യണം. ഇവിടെ കണ്ടത് രണ്ട് സംഖ്യകൾ മാറിയാലും ഗുണനഫലം മാറാതിരിക്കുന്ന സന്ദർഭങ്ങളാണ്. ഇവിടെയും ഒരു സംഖ്യ വലുതാക്കിയാൽ മറ്റേ സംഖ്യ ചെറുതാക്കണം. അതിൻ്റെ രീതി എന്താണ്? ഒരു സംഖ്യയെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലും അതുകൊണ്ട് തന്നെ മറ്റേ സംഖ്യ ഹരിക്കണം എന്നുള്ളതാണ്. ഇനി ഇതിൽ നിന്നുമുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പോൾ അത് ചെയ്യുമ്പോൾ കൂട്ടുകാർക്ക് ഒന്നും കൂടെ ഈ പാഠഭാഗം നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഒന്നാമത്തേത്, ഒന്നിൽ നിന്ന് തുടങ്ങി വീണ്ടും വീണ്ടും മടങ്ങിയെടുത്താൽ 1, 2, 4, 8, 12 എന്നിങ്ങനെയുള്ള സംഖ്യകൾ കിട്ടും അല്ലേ? ഇനി ഈ ഒന്നാമത്തെ ചോദ്യം, ഇവയിൽ തുടർച്ചയായ ഏതെങ്കിലും 4 സംഖ്യകൾ എടുക്കുക. ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകളുടെ ഗുണനഫലവും നടുവിലെ 2 സംഖ്യകളുടെ ഗുണനഫലവും തുല്യമാകുന്നത് എന്തുകൊണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്തു നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ നിന്നും തുടർച്ചയായിട്ടുള്ള 4 സംഖ്യകൾ എടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് ഉത്തരം എഴുതാം. ഒന്നാമത്തെ ഉത്തരമാണ് 4 സംഖ്യകൾ എടുക്കാം. ഏതൊക്കെ എടുക്കാം? 2, 4, 8, 6 എന്നിവ എടുക്കാം അല്ലേ? 2, 4, 8, 16 ഈ 4 സംഖ്യകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിലെ ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകളുടെ ഗുണനഫലം നോക്കുക. ആദ്യത്തെ സംഖ്യ 2 ആണ്, അവസാനത്തെ സംഖ്യ 16 ആണ്. അപ്പോൾ 2 × 16 എന്ന് പറയുന്നത് എത്രയാണ്? 32 ആണ്. ഇനി അടുത്തത് പറഞ്ഞിട്ടുള്ളത് നടുവിലെ 2 സംഖ്യകളുടെ ഗുണനഫലം. നടുവിലെ 2 സംഖ്യ എന്ന് പറയുന്നത് 1, 4, 1, 8. 4 × 8 എന്ന് പറയുന്നത് എത്രയാണ്? 32 ആണ്. അപ്പോൾ ഇത് രണ്ടും തുല്യമാണ് അല്ലേ? എന്തുകൊണ്ടാണ് തുല്യമാകുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കാരണം ഈ 2, 4 എന്ന് പറയുന്നത് എന്താണ്? 2ൻ്റെ ഫാക്ട് ഇതാണ് അല്ലേ? മൾട്ടിപ്ലിക്കേഷൻ ആണ്. അഥവാ 2 × 2 ആണ് 4 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 16നെ 8 കൊണ്ട് 2 കൊണ്ട് ഹരിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ സംഖ്യയായ 8 കിട്ടുന്നത്. അപ്പോൾ ഇവിടെ 2നെ 2 കൊണ്ട് ഗുണിക്കുമ്പോഴും 16നെ 2 കൊണ്ട് ഹരിക്കുമ്പോഴുമാണ് 8 എന്ന് കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? ഇവിടെ ഒന്നാമത്തെ സംഖ്യയായ 2നെ എന്താണ്? 16 കൊണ്ട് ഗുണിച്ചപ്പോൾ 32 കിട്ടി. അതുപോലെ നടുവിലെ സംഖ്യകൾ 4ൻ്റെ അഥവാ 2ൻ്റെ മടങ്ങും 8 16ൻ്റെ പകുതി ഗുണിച്ചപ്പോഴും 32 കിട്ടുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു സംഖ്യയുടെ മടങ്ങും അതുപോലെ തന്നെ മറ്റൊരു സംഖ്യയുടെ പകുതിയുമാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടെ പറയാം. ഒന്നാമത്തെ സംഖ്യയായ 2നെ 16 കൊണ്ട് ഗുണിച്ചപ്പോൾ 36 കിട്ടി. അതുപോലെ നടുവിലെ സംഖ്യകൾ ആയിട്ടുള്ള ഏതൊക്കെയാണ്? നടുവിലെ സംഖ്യ 1, 4, 1, 8 ആണല്ലോ. അപ്പോൾ 4 എന്ന് പറയുന്നത് 2ൻ്റെ മടങ്ങും 8 16ൻ്റെ പകുതി ഗുണിച്ചപ്പോഴുമാണ് നമുക്ക് എന്ത് കിട്ടിയത്? 32 എന്നുള്ളത് കിട്ടിയത് എന്ന് പറയാൻ വേണ്ടി സാധിക്കും. ഇനി അടുത്തത് നമുക്ക് നോക്കാം. രണ്ടാമത്തേത്, ഇവയിലെ തുടർച്ചയായ സംഖ്യകൾ 3 സംഖ്യകൾ എടുത്താൽ, തുടർച്ചയായ ഏതെങ്കിലും 3 സംഖ്യകളാണ് എടുക്കേണ്ടത്. നമ്മൾ നേരത്തെ എടുത്ത എത്രയായിരുന്നു? 4 ആയിരുന്നു അല്ലേ? ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് 3 സംഖ്യകളാണ്. ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകളുടെ ഗുണനഫലവും നടുവിലത്തെ സംഖ്യയും തമ്മിൽ എന്താണ് ബന്ധം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതൊന്ന് ചെയ്തു നോക്കാം അല്ലേ? അപ്പോൾ ഇവിടെ 3 സംഖ്യകൾ നമ്മൾ എടുക്കുകയാണെന്ന് വിചാരിക്കുക. രണ്ടാമത്തെ ചോദ്യമാണ് 3 സംഖ്യകൾ എടുക്കുന്നത്. ഏതൊക്കെ നമുക്ക് എടുക്കാം? ഏതെങ്കിലും 3 സംഖ്യകൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എടുക്കാം അല്ലേ? അപ്പോൾ നമുക്ക് 4, 8, 16 എടുക്കാം. 4, 8, 16. ഇനി പറഞ്ഞിട്ടുള്ളത് ആദ്യത്തെ സംഖ്യയും ലാസ്റ്റത്തെ സംഖ്യയുമായിട്ടുള്ള 4ഉം 16ഉം കൂടെ ഗുണിക്കുക. എത്ര കിട്ടും? 64 എന്നുള്ളത് കിട്ടും. ഇനി ഈ 64ഉം 8ഉം തമ്മിലുള്ള ബന്ധം എന്താണ്? 8 × 8 ആണ് 64 എന്ന് പറയുന്നത് അല്ലേ? 8 × 8 ആണ് 64 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ മനസ്സിലായ കാര്യം എന്ന് പറയുന്നത് എന്താണ്? 4 × 2 ആണ് 8 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്ത സംഖ്യ ആയിട്ടുള്ള 16ൻ്റെ ഹാഫ് ആണ് എന്ത് പറയുന്നത്? 8 എന്ന് പറയുന്നത് എന്നും നമുക്ക് മനസ്സിലായി. മാത്രമല്ല അടുത്തത് മനസ്സിലായിട്ടുള്ളത് 8 × 8 ആണ് 64. അപ്പോൾ ഇത് ഇത്രയുമാണ് ഇവിടെ ബന്ധം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? ഇവിടുത്തെ ഒന്നാമത്തെ സംഖ്യ ആയിട്ടുള്ള 4നെ അല്ലേ? 4 എന്ന് പറയുന്നത് മൂന്നാമത്തെ സംഖ്യ ആയിട്ടുള്ള 16 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് ഇവിടെ 64 കിട്ടിയിട്ടുള്ളത്. അതുപോലെ നടുവിലെ സംഖ്യയായ 8നെ 8 കൊണ്ട് ഗുണിച്ചപ്പോൾ 64 കിട്ടുകയും ചെയ്തു. ഓക്കെ, ഒന്നും കൂടെ പറയാം നമുക്ക്, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യത്തെ സംഖ്യയായ 4നെ
ആദ്യത്തെ സംഖ്യയായിട്ടുള്ള 4 അല്ലേ. ഈ 4നെ നമ്മൾ എന്തുകൊണ്ട് ഗുണിച്ചപ്പോഴാണ് നമുക്ക് 16 കിട്ടിയത്? 4നെ മൂന്നാമത്തെ സംഖ്യയായ 16 കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 64 എന്നുള്ളത് കിട്ടി. 64 എന്ന് പറയുന്നത് എന്താണ്? നടുവിലെ സംഖ്യയായ 8നെ 8 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് 64 കിട്ടുന്നത്. അപ്പോൾ ഇതാണ് അവിടുത്തെ ബന്ധം എന്ന് പറയുന്നത് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇനി ഇതിലെ രണ്ടാമത്തെ ചോദ്യമാണ് അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത്. 1ൽ നിന്ന് തുടങ്ങി മറ്റ് 3 മടങ്ങുകൾ എടുത്താൽ കിട്ടുന്നത് 1, 3, 6, 9, 27, 81 എന്നീ സംഖ്യകളാണ്. ഇനി ഇവയിലും ആദ്യത്തെ കണക്കിൽ പറഞ്ഞ കാര്യങ്ങൾ ശരിയാകുമോ എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യത്തെ കണക്കിൽ പറഞ്ഞിട്ടുള്ള എന്താണ്? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതൊന്ന് നോക്കി നോക്കാം, എന്നാലേ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ഈ 1ഉം 81 അല്ലെങ്കിൽ 27 വരെ എടുക്കാം. 27 കൂടി 4 സംഖ്യകളല്ലേ, 27 കൂടെ നമുക്ക് ഗുണിച്ചു നോക്കാം. 1 × 27 എന്ന് പറയുന്നത് എത്രയാണ്? 27. അടുത്തത് 3, 9 ആണല്ലേ. 3 × 9 എന്ന് പറയുന്നത് 27 ആണ്. ഇനി എന്താണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്? 1 × 3 ആണ് എന്ത് പറയുന്നത്? 27 എന്ന് പറയുന്നത്. 27നെ നമ്മൾ 3 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 9 എന്ന് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നടുവിലത്തെ സംഖ്യയായിട്ട് 9ഉം 3ഉം 9ഉം കിട്ടുന്നത് എന്താണ്? ഓരോ സംഖ്യ കൊണ്ട് 3 കൊണ്ട് നമ്മൾ ഗുണിക്കുമ്പോഴും അതുപോലെ തന്നെ അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോഴും ഹരിക്കുമ്പോഴുമാണ് കിട്ടുന്നത്. മാത്രമല്ല വേറെ ഒന്നുണ്ട്. ഈ എന്താണ്? ഈ 9ഉം 1 × 3 3 കേട്ടോ. ഓക്കെ, ഈ 3, 9ഉം കൂടെ ഗുണിക്കുമ്പോഴല്ലേ നമുക്ക് 27 കിട്ടുന്നത്. ഈ ഗുണനഫലങ്ങൾ രണ്ടും കൂടെ ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതും 27 ആണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് പറയാൻ വേണ്ടി പറ്റും? ഇവിടെ 1ൻ്റെ എന്ത് പറയാം? ഇവിടെ 1ൻ്റെ 3 മടങ്ങാണ് 3. അതുപോലെ തന്നെ 27ൻ്റെ 1/3 മടങ്ങാണ് 9 എന്ന് പറയുന്നത് അല്ലേ. 27ൻ്റെ 1 × 3 എന്ന് പറയുന്നത് എന്താണ്? അവിടെ 3 മടങ്ങാണ് അല്ലേ. അപ്പോൾ അവിടെ 1/3 മടങ്ങാണ് 9 എന്ന് പറയുന്നത് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇനി നമ്മളിത് 3 എണ്ണം എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി നമ്മളിത് 3 എണ്ണം ആക്കിയിട്ട് നമ്മൾ നേരത്തെ ഇതേപോലെ ചെയ്തില്ലേ, 3 എണ്ണം എടുത്തിട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന സംഖ്യകൾ എന്ന് പറയുന്നത് 1ഉം 3ഉം 9ഉമാണ്. ഓക്കെ, ഇതിൻ്റെ ബാക്കിയാണ് കേട്ടോ, ബാക്കിയാണ്. 1, 3, 9 ആണ്. 1 × 9 എന്ന് പറയുന്നത് എത്രയാണ്? 9 ആണ്. ഇനി 3 എന്ന് പറയുന്നത് 9 തമ്മിലുള്ള ബന്ധം എന്താണ്? 3 × 3 ആണ് 9 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പറയാം 1 × 3 എന്ന് പറയുന്നത് 3ഉം 9നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നതും 3 ആണ്. അഥവാ 3 × 3 എന്ന് പറയുന്നത് 3 ആണ്. ഇവിടെ എന്താണ് ബന്ധം എന്ന് പറയുന്നത്? ഇവിടെ 1ൻ്റെ 3 മടങ്ങാണ് 3. അതുപോലെ തന്നെ 9ൻ്റെ 1/3 മടങ്ങാണ് 9ൻ്റെ 1/3 മടങ്ങാണ് 3 എന്ന് പറയുന്നത്. ഇതാണ് ഇവിടെ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് മാറാത്ത ഹരണഫലത്തിലേക്കാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്. അടുത്തത്, ഒരു ക്ലാസ്സിൽ 40 കുട്ടികൾക്ക് പേന വാങ്ങണം. 5 രൂപ വിലയുള്ള പേനയാണ് വാങ്ങുന്നത്. എത്ര രൂപ ചിലവാകും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം 40 രൂപയ്ക്ക് പേനയാണ് വാങ്ങുന്നത്, 5 രൂപ വിലയുള്ള പേനയാണ് അല്ലേ. അപ്പോൾ ഇത് നമ്മൾ 80 കുട്ടികൾക്കാണ് വാങ്ങുന്നത് എങ്കിൽ എത്ര രൂപയായിരിക്കും? അപ്പോൾ ഇത്തരത്തിൽ പേന വാങ്ങുന്നതിന് ചിലവ് എത്ര? ഇതാണ് നമ്മളിവിടെ നോക്കാൻ വേണ്ടി പോകുന്നത്. പേനകളുടെ എണ്ണം മടങ്ങാക്കിയാൽ ചിലവ് മാറുന്നത് എങ്ങനെയാണ്? ചിലവ് മാറും അല്ലേ. അപ്പോൾ 10 രൂപക്ക് ഒരു കുട്ടിക്കാണ് മിഠായി വാങ്ങിക്കുന്നത്. അവിടെ ഒരു കുട്ടിക്ക് മിഠായി വാങ്ങുമ്പോൾ 10 രൂപ മതി. പക്ഷെ നമ്മൾ 3 കുട്ടികളാണ് വാങ്ങിക്കുന്നത് എങ്കിൽ എന്ത് വേണം? 30 രൂപ നമുക്ക് അവിടെ വേണം അല്ലേ. അപ്പോൾ അതാണ് കുട്ടികളുടെ എണ്ണം മാറുന്നതിനനുസരിച്ച് അവിടെ നമുക്ക് 10 രൂപ ചിലവായെടുത്ത് നമുക്ക് അവിടെ 30 രൂപ ചിലവാകും. അപ്പോൾ 50 രൂപക്ക് എത്ര പേന വാങ്ങണം? 150 രൂപക്ക് എത്ര പേന വാങ്ങണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു പേന എന്ന് പറയുന്നത് 5 രൂപ വിലയുള്ള പേനയാണല്ലേ. അപ്പോൾ 50 രൂപക്ക് 10 പേന കിട്ടും. 150 രൂപക്കാണെങ്കിൽ എത്ര പേന കിട്ടും? ഏകദേശം 30 പേനകൾ കിട്ടും അല്ലേ. അപ്പോൾ അത്രയും പേനകൾ കിട്ടും. അപ്പോൾ ചിലവാകുന്ന രൂപ 3 മടങ്ങാക്കുമ്പോൾ പേനകളുടെ എണ്ണത്തിനും വ്യത്യാസം സംഭവിക്കും. 3 മടങ്ങ് വ്യത്യാസം സംഭവിക്കും അല്ലേ. 50 രൂപയുടെ 3 മടങ്ങാണ് 180. അപ്പോൾ 50 രൂപക്ക് 10 പേന കിട്ടുമ്പോൾ 10ൻ്റെ 3 മടങ്ങായിട്ടുള്ള 30 പേന നമുക്ക് 150 രൂപക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. ഈ കണക്കിൽ മാറുന്നത് പേനകളുടെ എണ്ണവും ചിലവാകുന്ന രൂപയുമാണ് അല്ലേ. മാറാത്തത് എന്താണ്? പേനയിലെ വിലയായിട്ടുള്ള
5 രൂപയാണ്. അതിന് യാതൊരു മാറ്റവും അവിടെ സംഭവിക്കുന്നില്ല. അത് അപ്പോഴും 5 രൂപ തന്നെയാണ്. അപ്പോൾ ഈ കണക്കിൽ പേനകളുടെ എണ്ണവും ആകെ ചെലവും മാറുന്നു. പക്ഷെ ആകെ ചെലവിനെ പേനകളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ 5 തന്നെയാണ് കിട്ടുന്നത്. ഇത് ഒരു പേനയുടെ വിലയാണല്ലോ. അപ്പോൾ ഇവിടെ ചിത്രം നോക്കൂ. ഇവിടെ ഈ പൊട്ടുകൾ ഉണ്ടാക്കിയ 4 ചതുരങ്ങളാണ് അല്ലേ. ഇവിടെ ഓരോ ചതുരത്തിലും എത്ര പൊട്ടുകളുണ്ട്? 1 2 3 ഇവിടെ 4 8 എണ്ണമാണുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെയോ ഇവിടെ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 എണ്ണമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഓരോ വരിയിലുള്ള പൊട്ടുകളുടെ എണ്ണവും ആകെ പൊട്ടുകളുടെ എണ്ണവും അവിടെ മാറുന്നുണ്ട്. മാറാത്തത് എന്താണ്? രണ്ടാമത്തെ ചതുരത്തിലെ ഓരോ വരിയിലെ പൊട്ടുകളുടെ എണ്ണം ആദ്യത്തെ ചതുരത്തിലെ ഓരോ വരിയിലുള്ള പൊട്ടുകളുടെ എണ്ണത്തിൻ്റെ എത്ര മടങ്ങാണ്? ഇവിടെ 2 എണ്ണമാണ്. ഇവിടെ 4 ആയിട്ട് മാറി അല്ലേ. ഇവിടെ എത്ര ആയിട്ട് മാറി? 2 4 6 ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഓരോ മടങ്ങ് അവിടെ കൂടുകയാണ് ചെയ്യുന്നത് അല്ലേ. 2ൻ്റെ 4 ആകുമ്പോൾ അതിൻ്റെ ഡബിളായി. 2ൻ്റെ 6 എന്ന് പറയുന്നത് അതിൻ്റെ എന്താണ് 3 1/3 ആയിട്ട് ഇവിടെ 3 മടങ്ങായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ പേനകളിലും ചതുരക്കണക്കിലും 2 സംഖ്യയുടെ ഒരേ മടങ്ങാണ് മാറുന്നത്. ഹരണഫലം എന്ന് പറയുന്നത് അവിടെ മാറുന്നും ഇല്ല. ഇപ്പോൾ ഇതിൽ നിന്ന് സംഖ്യയുടെ ഹരണത്തെക്കുറിച്ച് പൊതുവായിട്ട് എന്ത് പറയാൻ വേണ്ടി പറ്റും? 2 സംഖ്യകളുടെ ഹരണഫലവും ഓരോന്നിനെയും ഒരേ സംഖ്യ കൊണ്ട് ഗുണിച്ചു കിട്ടുന്ന സംഖ്യകളുടെ ഹരണഫലവും ഒന്ന് തന്നെയാണ് എന്ന് പറയാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ 2 സംഖ്യകളെ ഒരേ സംഖ്യ കൊണ്ട് ഗുണിക്കുന്നതിന് പകരം ഒരേ സംഖ്യ കൊണ്ട് ഹരിച്ചാലും ഹരണഫലം മാറില്ല. 5ാം ക്ലാസ്സിൽ നമ്മൾ സംഖ്യക്കുള്ളിൽ എന്ന പാഠഭാഗത്തിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇനി ഉദാഹരണമായിട്ട് 210നെ 42 കൊണ്ട് ഹരിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ 210 ഹരിക്കണം 42 ആണ്. അപ്പോൾ 210നെ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം 2 കൊണ്ട് ഹരിക്കണം. അപ്പോൾ 105 എന്നുള്ളത് കിട്ടും. പിന്നെ നമുക്ക് അവിടെ എത്രയാണുള്ളത്? 42. 42നെ നമ്മൾ 2 കൊണ്ട് ഹരിക്കാം. അപ്പോൾ എത്ര കിട്ടും? 21 എന്നുള്ളത് കിട്ടും. അപ്പോൾ 105 ഹരിക്കണം 21 എന്ന് പറയുന്നത് എന്തിനു തുല്യമാണ്? 210 ഹരിക്കണം 42ന് തുല്യമാണ്. അപ്പോൾ 105 ഹരിക്കണം 3 35 കിട്ടും. 21 ഹരിക്കണം 3 7 എന്നുള്ളതും കിട്ടും. ഓക്കെ. അപ്പോൾ ഇവിടെ 105 ഹരിക്കണം 21 ഈക്വൽ ടു എന്താണ്? 35 ഹരിക്കണം 7 എന്നുള്ളതിലേക്ക് മാറും. 35 ഹരിക്കണം 7 എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. 210 ഹരിക്കണം 42 എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ രണ്ടിൻ്റെയും ഉത്തരമായിട്ട് നമുക്ക് കിട്ടുന്നത് 5 തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടും തുല്യമാണ് എന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതൊക്കെ 5ാം ക്ലാസ്സിൽ പൊതുവായി പറഞ്ഞിട്ടുള്ളതാണ്. സംഖ്യകൾ തമ്മിലുള്ള ഹരണത്തിൽ പൊതുഘടകങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. ഇത് ഇങ്ങനെയും പറയാം. 2 സംഖ്യകളുടെ ഹരണഫലവും രണ്ടിനെയും ഒരേ സംഖ്യ കൊണ്ട് ഹരിച്ച് കിട്ടുന്ന സംഖ്യകളുടെ ഹരണഫലവും ഒന്ന് തന്നെയാണ്. ഓക്കെ, അതാണ് നമ്മളിവിടെ ഒന്നായിട്ട് കണ്ടിട്ടുള്ളത്. 2ലും കിട്ടിയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഒരേ സംഖ്യയാണ്. അപ്പോൾ 2 സംഖ്യകളുടെ ഹരണഫലവും രണ്ടിനെയും ഒരേ സംഖ്യ കൊണ്ട് ഗുണിക്കുകയോ ഒരേ സംഖ്യ കൊണ്ട് ഹരിക്കുകയോ ചെയ്തു കിട്ടുന്ന സംഖ്യകളുടെ ഹരണഫലവും തുല്യമാണ്. അപ്പോൾ ഹരണക്രിയ എളുപ്പമാക്കാൻ സംഖ്യകളെ ഒരേ സംഖ്യ കൊണ്ട് ഹരിക്കുന്നതിൻ്റെ പല ഉദാഹരണങ്ങളും 5ാം ക്ലാസ്സിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഉദാഹരണമായിട്ട് 135നെ 5 കൊണ്ട് ഹരിക്കുകയാണെന്ന് വിചാരിക്കുക. 2 സംഖ്യകളെയും 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക? 135 ഹരിക്കണം 5 എന്നുള്ളതിനെ 270 ഹരിക്കണം 10 എന്നാക്കിയിട്ട് മാറ്റുക. അപ്പോൾ ഇവിടെ 27 എന്നുള്ള ഉത്തരമായിട്ട് കിട്ടും. 135നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 270 കിട്ടും. 5നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 10 കിട്ടും. ഓക്കെ, അങ്ങനെയാണ് 270 ഹരിക്കണം 10 കിട്ടും. 270 ഹരിക്കണം 10 എന്ന് പറയുന്നത് എത്രയാണ്? 27 എന്നുള്ള ഉത്തരത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. ചിലപ്പോൾ ഒരേ സംഖ്യ കൊണ്ട് ഗുണനവും ഒരേ സംഖ്യ കൊണ്ട് ഹരണവും മാറി മാറി ചെയ്യുന്നത് ക്രിയ എളുപ്പമാക്കും. ഉദാഹരണമായിട്ട് 315നെ 35 കൊണ്ട് ഹരിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 315 ഹരിക്കണം 35. അപ്പോൾ 315നെ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം 2 കൊണ്ട് ഗുണിക്കുക. 630 എന്ന് കിട്ടും. 35നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 70 എന്നുള്ളതും കിട്ടും. അപ്പോൾ 630 ഹരിക്കണം 70 എന്ന് പറയുന്നത് എത്രയാണ്? 63 ഹരിക്കണം 7 ആണല്ലേ. 63 ഹരിക്കണം 7 ചെയ്ത് നോക്കിയാൽ നമുക്ക് 9 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ 2 സംഖ്യകൾ മാറുകയും അവയുടെ വ്യത്യാസം മാറാതിരിക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങൾ മാറാത്ത വ്യത്യാസം എന്ന ഭാഗത്ത് കണ്ടല്ലോ. ഇവിടെ ഒരു സംഖ്യ വലുതാക്കിയാൽ മറ്റേ സംഖ്യയും വലുതാക്കണം. ഒരു സംഖ്യ ചെറുതാക്കിയാൽ മറ്റേ സംഖ്യയും ചെറുതാക്കണം. അതിൻ്റെ രീതി എന്താണ്? അപ്പോൾ ഒരു സംഖ്യയോട് ഏത് കൂട്ടിയാലും ഇപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചിട്ടല്ലേ ഒരെണ്ണം കൂട്ടുമ്പോൾ നമ്മൾ എന്തെണ്ണം ഒരെണ്ണം അപ്പുറത്തും കൂട്ടണം. ഒരെണ്ണം കുറക്കുകയാണെങ്കിൽ ഒരെണ്ണം കുറക്കണം. അതുകൊണ്ട് തന്നെ ഒരു സംഖ്യയോട് കൂടും. ഒരു സംഖ്യയിൽ നിന്ന് ഏത് സംഖ്യ കുറച്ചാലും അത് തന്നെ മറ്റേ സംഖ്യയിൽ നിന്നും കുറക്കണം. ഇവിടെ കണ്ടത് 2 സംഖ്യകൾ മാറിയാലും ഹരണഫലം മാറാതിരിക്കുന്ന സന്ദർഭങ്ങളാണ്. ഇവിടെയും ഒരു സംഖ്യ വലുതാക്കിയാൽ മറ്റേ സംഖ്യയെ വലുതാക്കണം. ഒരു സംഖ്യ ചെറുതാക്കിയാൽ മറ്റേ സംഖ്യയും ചെറുതാക്കണം. ഇതിൻ്റെ രീതി എന്ന് പറയുന്നത് അങ്ങനെയുള്ളതാണ്. ഒരു സംഖ്യ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലും അതുകൊണ്ട് തന്നെ മറ്റേ സംഖ്യയും നമ്മൾ എന്ത് ചെയ്യണം? ഗുണിക്കണം.
ഹരിക്കണം. ഒരു സംഖ്യ ഏത് സംഖ്യ കൊണ്ട് ഹരിച്ചാലും അതുകൊണ്ട് തന്നെ മറ്റേ സംഖ്യയും ഹരിക്കണം. അതാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് തമ്മിലുള്ള സംഖ്യകൾ തമ്മിലുള്ള ബന്ധങ്ങളെ കുറിച്ചിട്ടാണ് ഈ മാറാത്ത ബന്ധങ്ങൾ എന്നുള്ള പാഠഭാഗം നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ചുവടെയുള്ള ഹരണഫലങ്ങൾ ഒന്ന് ചെയ്തു നോക്കാം. 345 ഹരിക്കണം 15 എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഒന്നാമത്തെ ഉത്തരമാണ്. 345 നമ്മൾ 15 കൊണ്ട് ഹരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത പോലെ 5 കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഒന്ന് ഗുണിച്ച് നോക്കാം അല്ലേ. 345 ഹരിക്കണം 15. അപ്പോൾ 345 നമ്മൾ ഈ 15 എന്ന് പറയുന്നത് 345 രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന എന്താണ്, 5 എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമുക്ക് 345 5 കൊണ്ട് നമുക്ക് ആദ്യം ഹരിക്കാം. 345 ഹരിക്കണം 5. 34 എത്ര പ്രാവശ്യം പോവും, 6 തവണ പോവും അല്ലേ. എത്രയാണ്, 345 ഹരിക്കണം 5. 34 നമ്മൾ പറഞ്ഞു 6 സമയം പോവും, 6 ടൈം പോവും. 6 × 5 30 ബാക്കി എത്ര ഉണ്ട്, 4. 45 9 പ്രാവശ്യം പോവും അല്ലേ, 45. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഈ 345 ഹരിക്കണം 15 എന്നുള്ളതിനെ നമുക്ക് ലഘൂകരിച്ച് എഴുതാൻ വേണ്ടി പറ്റും 69 × 5 അല്ലേ. ഇനി 15 എത്ര പ്രാവശ്യം പോകും, 3 പ്രാവശ്യമാണ് അല്ലേ. 3 × 5 എന്നാക്കി എഴുതാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ 5ഉം ഈ 5ഉം കൂടെ വെട്ടിപ്പോവും. ബാക്കിയുള്ളത് എത്രയാണ്, 63/3 ആണല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, 63/3 ചെയ്ത് നോക്കാം. 6 എത്ര പ്രാവശ്യം പോകും, 2 പ്രാവശ്യം, 6. ബാക്കി 9, 9ൽ 3 പ്രാവശ്യം പോകും. അപ്പോൾ 23 എന്നുള്ള ഉത്തരത്തിലേക്ക് നമ്മൾ എത്തും. 63/3 എന്ന് പറയുന്നത് 23 ഓക്കെ, 23. ഇനി രണ്ടാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. രണ്ടാമത്തേത് എത്രയാണ്, രണ്ടാമത്തെ പറഞ്ഞിട്ടുള്ളത് 2 495 ഡിവൈഡഡ് ബൈ 45 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ രണ്ടിലും പോകുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് 5. അപ്പോൾ 495 നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 49 എത്ര പ്രാവശ്യം പോകും, 9 പ്രാവശ്യം പോകും. 45 ബാക്കി 4, 45 9 പ്രാവശ്യം പോകും. അപ്പോൾ എത്ര എഴുതാം, 9 × 5 എന്ന് എഴുതാം. 45 എന്ന് പറയുന്നത് 9 × 5 ഈ 5ഉം ഈ 5ഉം കൂടെ വെട്ടിപ്പോവും. പിന്നെയുള്ളത് എത്രയാണ്, 9 ഡിവൈഡഡ് ബൈ 9 ആണല്ലേ. 99 ഡിവൈഡഡ് ബൈ 9 എത്ര പ്രാവശ്യം പോകും, 11 പ്രാവശ്യം പോകുന്നതാണ് 99 ഡിവൈഡഡ് ബൈ 9 എന്ന് പറയുന്നത്. ഇനി അടുത്തത് മൂന്നാമത്തേതാണ് നമുക്ക് നോക്കാനുള്ളത്. മൂന്നാമത്തേതിലേക്ക് കടക്കാം. 325 ഡിവൈഡഡ് ബൈ 25 325 ഡിവൈഡഡ് ബൈ 25 അല്ലേ. അവിടെ നമുക്ക് എന്ത് വെച്ചിട്ട് തന്നെ ചെയ്യാം, 5 വെച്ചിട്ട് തന്നെ ചെയ്ത് നോക്കാം. 325 നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 32 6 പ്രാവശ്യം പോവും, 30 ബാക്കി 2. 25 എത്ര പ്രാവശ്യം പോവും, 5 പ്രാവശ്യം പോവും. അപ്പോൾ എത്ര കിട്ടും, 65 × 5 എന്ന് പറയുന്നത് 25 × 5 എന്ന് പറയും. 25 എന്ന് പറയുന്നത് എത്ര പ്രാവശ്യം പോകും, 5 പ്രാവശ്യമാണ് അല്ലേ. അപ്പം 5 × 5 എന്ന് പറയുന്നതും തുല്യമാണ്. ഇനി അടുത്തത് 5ഉം ഈ 5ഉം കൂടെ വെട്ടിപ്പോകും അല്ലേ. ബാക്കി എത്ര ഉണ്ടായിരിക്കും, ബാക്കി നമുക്കുള്ളത് 65/5 ആണല്ലേ. 65/5 65/5 എന്ന് പറയുന്നത് എത്രയാണ്, നമുക്ക് ചെയ്ത് നോക്കണം അല്ലേ. 65/5 6ൽ 1 പ്രാവശ്യം പോവും, 5 ബാക്കി 1. 15ൽ 3 പ്രാവശ്യം പോവും. എത്ര കിട്ടും, 13 എന്നുള്ളത് ഉത്തരമായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇനി അടുത്തത് നമുക്ക് ചെയ്ത് നോക്കാം. നാലാമത്തേതാണ്. നാലാമത്തേത് എത്രയാണ്, 975 ഡിവൈഡഡ് ബൈ 75 ആണല്ലേ. 975 ഡിവൈഡഡ് ബൈ 75. ആദ്യം നമുക്ക് 975നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 9ൽ എത്ര പ്രാവശ്യം പോവും, 1 പ്രാവശ്യം പോവും, 5 ബാക്കി 4. 47 9 തവണ പോവും. എത്രയാണ്, 45 ബാക്കിയുള്ളത് 2. 25ൽ 5 പ്രാവശ്യം പോവും. അപ്പോൾ എത്ര കിട്ടി, 195 × 5 കിട്ടി. 75 എന്ന് പറയുന്നത് എത്ര പ്രാവശ്യം പോകുന്നുണ്ടാവും, 75ൽ. അത് നമുക്ക് ജസ്റ്റ് ചെയ്ത് നോക്കേണ്ടി വരും അല്ലേ. 75 ഡിവൈഡഡ് ബൈ 5 7ൽ 1 പ്രാവശ്യം പോവും, 5 ബാക്കി 25. 25ൽ 15 പ്രാവശ്യം പോവും അല്ലേ. അപ്പോൾ എത്ര കിട്ടി, 15 × 5 കിട്ടി. ഈ 5ഉം ഈ 5ഉം കൂടെ നമുക്ക് വെട്ടിക്കളയാം. ബാക്കിയുള്ളത് 195 ഡിവൈഡഡ് ബൈ 15 ആണല്ലേ. ഈ 195 ഡിവൈഡഡ് ബൈ 15 എന്ന് പറയുന്നത്
അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ 195 നമുക്ക് വീണ്ടും ഒന്നും കൂടെ ചെറുതാക്കാൻ വേണ്ടി പറ്റും. എന്ത് ചെയ്യാം, 195 നമുക്ക് വീണ്ടും നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 19 3 പ്രാവശ്യം പോകും 15. ബാക്കി ഇവിടെ എത്ര ഉണ്ടായിരിക്കും, 4. 45 എത്ര പ്രാവശ്യം പോകും, 9. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, 9 × 5. അതുപോലെ തന്നെ 15 നമുക്ക് എന്ത് എഴുതാൻ വേണ്ടി പറ്റും, 3 × 5 അല്ലേ. ഈ 5ഉം ഈ 5ഉം കൂടെ വെട്ടിപ്പോവും. ബാക്കിയുള്ളത് 39 ഡിവൈഡഡ് ബൈ 3 ആണ് അല്ലേ. 39 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്നത് നിങ്ങൾ 39നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് 13 എന്നുള്ളത് ഉത്തരമായിട്ട് കിട്ടുന്നതാണ്, 13. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ അഞ്ചാമത്തേതാണ് നോക്കാനുള്ളത് അല്ലേ. അഞ്ചാമത്തേതിലേക്ക് നമുക്ക് കടക്കാം. അഞ്ചാമത്തേതാണ്, നമുക്ക് ഇവിടെ തന്നെ എഴുതാം 5. അഞ്ചാമത്തെ എത്രയാണ്, 875 അല്ലേ. 875 ഡിവൈഡഡ് ബൈ 125 ആണ്. അപ്പോൾ 875 നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം 2 കൊണ്ട് നമുക്ക് ഗുണിക്കാം. ഓക്കെ, 2 കൊണ്ട് ഗുണിച്ചിട്ട്, കാരണം അത് വലിയ സംഖ്യയാണല്ലോ, 125 കൊണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം തന്നെ 875നെ 875 × 2 ചെയ്യാം. എത്ര കിട്ടും, 1750 എന്നുള്ളത് കിട്ടും. ഓക്കെ, അപ്പോൾ 1800 എവിടെ എഴുതാം, 775 × 2 ഡിവൈഡഡ് ബൈ 125 × 2 എത്ര കിട്ടും, 1750. 125 × 2 എന്ന് പറയുന്നത് 250. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പൂജ്യവും കൂടെ വെട്ടിക്കളയാം. ബാക്കി എത്ര ഉണ്ട്, 175 ഡിവൈഡഡ് ബൈ 25 എന്നുള്ളത് കിട്ടും. 175 ഡിവൈഡഡ് ബൈ 25. ഇനി ഈ 175 നമുക്ക് എന്ത് ചെയ്യാം, 175 നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. എത്ര കിട്ടും, 17 15, ബാക്കി 2 25 13 35. ഓക്കെ, എത്ര കിട്ടും, 35 അല്ലേ. 35 × 5 25 എന്ന് പറയുന്നത് 5 × 5. ഈ 5ഉം ഈ 5ഉം കൂടെ വെട്ടിപ്പോവും. ബാക്കിയുള്ളത് 35/5 ആണ് അല്ലേ. 35/5 എന്ന് പറയുന്നത് എത്രയാണ്, 7 ആണ്. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് 7 എന്നുള്ളത് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിലെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് 9ാമത്തെ ചാപ്റ്ററാണ്. നമുക്ക് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ഇംഗ്ലീഷ് വീഡിയോ നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ ഫ്രണ്ട്സുകളും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.